നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ದೇವರ ನಾಮವು ಮಹಿಮೆಗೊಳ್ಳಲಿ. ബുധനാഴ്ച വൈകിട്ട് ഇങ്ങനെ ഓൺലൈനായി കോട്ടേജ് മീറ്റിംഗ് അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡിയായി കൂടി വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ಈ ಬುಧವಾರ ಸಂಜೆಯ ವೇಳೆಯಲ್ಲಿ ಆನ್ಲೈನ್ನಲ್ಲಿ ಅಥವಾ ಎಲ್ಲರೂ ಕೂಡಿ ಬರುವಂತೆ ಕಾಟೇಜ್ ಮೀಟಿಂಗ್ ಆಗಿ ಎಲ್ಲರೂ ಕೂಡಿ ಬರುವಂತೆ ದೇವರು ಸಹಾಯ ಮಾಡಿದ್ದಕ್ಕಾಗಿ ದೇವರಲ್ಲಿ ವಂದನೆ ಸಲ್ಲಿಸುತ್ತೇನೆ. ഇന്ന് നമുക്ക് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കാം. ಇವತ್ತು ನಾವು ನಮ್ಮ ಒಂದು ಚಿಂತೆಗಾಗಿ 1 ಕೊರಿಂಥದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 10ನೇ ಅಧ್ಯಾಯ 1ರಿಂದ 13ನೇ ವಾಕ್ಯದವರೆಗೆ ನಾವಿವತ್ತು ಧ್ಯಾನಿಸುವರಾಗುವ. ഈ 13 വാക്യങ്ങളിൽ പറയുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ള പുതിയ നിയമസഭയ്ക്കുള്ള മുന്നറിയിപ്പാണ്. ಈ 13 ವಾಕ್ಯದಲ್ಲಿ ಹೇಳಲ್ಪಟ್ಟ ವಿಷಯ ಏನಂದರೆ ಇಸ್ರಾಯೇಲ್ನ ಚರಿತ್ರೆಯಿಂದ ಆಮೇಲೆ ಹೊಸ ಒಡಂಬಡಿಕೆ ಸಭೆಗೆ ಇರುವಂತಹ ಒಂದು ಮುನ್ನೆಚ್ಚರಿಕೆಯನ್ನು ಆ ವಾಕ್ಯದಲ್ಲಿ ತಿಳಿಯಪಡಿಸ್ತಾ ಉಂಟು. പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പഴയ നിയമം എന്തിനാണ്, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ കുറേ കഥകളല്ലേ, യഹൂദൻ്റെ ചരിത്രമല്ലേ, അത് നമുക്ക് ആവശ്യമുണ്ടോ? അതിനുള്ള വ്യക്തമായൊരു മറുപടിയാണ് ഇവിടെ കിടക്കുന്നത്. ഇത് നമുക്ക് ദൃഷ്ടാന്തമാണ്, നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായി നമുക്ക് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ചില വാണിംഗ് ആണ്. ಕೆಲವರು ಕೇಳ್ತಾರೆ ಹಳೆ ಒಡಂಬಡಿಕೆ ಯಾಕೆ ಬೇಕು ಎಂಬುದಾಗಿ. ಆದರೆ ಹಳೆ ಒಡಂಬಡಿಕೆ ಯಾಕೆ ಬೇಕು ಎಂಬ ವಿಷಯದಲ್ಲಿ ಅದರಲ್ಲಿರುವಂತಹ ಮುನ್ನುಡಿಕೆಯ ವಿಷಯವಾಗಿ ಇಲ್ಲಿ ಅನೇಕ ವಿಷಯವನ್ನು ಎಚ್ಚರಿಕೆ ಮಾಡಲಾಗಿದೆ. ಯಾಕೆ ಬೇಕು ಎಂಬ ಎಲ್ಲ ವಿಷಯವೂ ಈ ಒಂದು ವಾಕ್ಯದಲ್ಲಿ ಮೆನ್ಷನ್ ಮಾಡಲಾಗಿದೆ. 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. 1ನೇ ವಾಕ್ಯದಲ್ಲಿ 10ನೇ ಅಧ್ಯಾಯ 1ನೇ ವಾಕ್ಯದಲ್ಲಿ ತಂದು, ಸಹೋದರರೇ, ನಾವೆಲ್ಲ ನಮ್ಮ ಪಿತೃಗಳ ಮುಖಾಂತರ ಅಂದರೆ ಮೇಘದ ನೆರಳಿದ್ದರು. ನಾವೆಲ್ಲ ನಮ್ಮ ಪಿತೃಗಳೆಲ್ಲರೂ ಮೇಘದ ನೆರಳಲ್ಲಿದ್ದರು. മേഘത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ മേഘത്തിൻ്റെ നിഴൽ എന്നവിടെ പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ಅಲ್ಲಿ ಮೇಘದ ನೆರಳಲ್ಲಿದ್ದರು ಎಂಬ ವಾಕ್ಯದ ಆ ಸಾರಾಂಶ ಏನೆಂದರೆ ನಾವು ದೇವರ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಇದ್ದವು ಎಂಬುದಾಗಿ. നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ ദൈവം നടത്തിയത് പകൽ മേഘത്തിൻ്റെ കീഴിലും രാത്രി അഗ്നിത്തൂണുകളുടെ നടുവിലുമാണ്. ನಮಗೆ ಗೊತ್ತುಂಟು, ಇಸ್ರಾಯೇಲ್ ಮಕ್ಕಳನ್ನ ದೇವರು ನಡೆಸಿರುವುದು ಹಗಲು ಮೇಘಸ್ತಂಭದ ಕೆಳಗೂ ರಾತ್ರಿ ಅಗ್ನಿಸ್ತಂಭದ ಕೆಳಗೂ ನಡೆಸಿದನು. അപ്പോൾ ഈ മേഘസ്തംഭവും അഗ്നിത്തൂണും എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ಈ ಮೇಘಸ್ತಂಭ ಅಗ್ನಿಸ್ತಂಭ ಅಂತ ಹೇಳುವಾಗ ಇದು ದೇವರೇ ಆಗಿದ್ದಾನೆ, ದೇವರ ಸಾನ್ನಿಧ್ಯವೇ ಆಗಿದೆ. അപ്പോൾ ഇവിടെ പൗലോസ് കൊരിന്ത്യ സഭയിലെ സഹോദരന്മാരോട് പറയാ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ, യഹൂദ ആ പാരമ്പര്യത്തിലുള്ള പിതാക്കന്മാർ എല്ലാവരും ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിലായിരുന്നു. ಇಲ್ಲಿ ಪೌಲನು ಕೊರಿಂಥದವರಿಗೆ ಪತ್ರಿಕೆ ಬರೆಯುವಾಗ ತಾನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ನಮ್ಮ ಪಿತರು, ನಮ್ಮ ಪೂರ್ವಿಕರು ಅವರೆಲ್ಲ ದೇವರ ಸಾನ್ನಿಧ್ಯದ ಕೆಳಗಿದ್ದರು ಎಂಬುದಾಗಿ ಅಲ್ಲಿ ಹೇಳ್ತಾ ಇದ್ದಾನೆ. അത് മാത്രമല്ല, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും ಸ್ನಾನಂ ಏറ്റ് ಮೋಶೆಯೋಡು ചേർന്നു. ಅಲ್ಲಿ ಹೇಳ್ತಾ ಉಂಟು, ಎಲ್ಲರೂ ಮೇಘದಲ್ಲಿಯೂ ಸಮುದ್ರದಲ್ಲಿಯೂ ದೀಕ್ಷಾಸ್ನಾನವನ್ನು ಹೊಂದಿದರು, ಮೋಶೆಯೊಂದಿಗೆ ಸೇರಿದರು ಎಂಬುದಾಗಿ. അപ്പോൾ ഒന്ന്, അവർ ദൈവ സാന്നിധ്യത്തിന്റെ അകത്തായിരുന്നു. ಒಂದು, ಅವರು ದೇವರ ಸಾನ್ನಿಧ್ಯದಲ್ಲಿದ್ದರು. രണ്ടാമത് പറയുന്നത് അവരെല്ലാം സ്നാനമേറ്റു. ಎರಡನೇದು ಹೇಳ್ತುಂಟು, ಅವರೆಲ್ಲ ದೀಕ್ಷಾಸ್ನಾನ ಹೊಂದಿದರು. പുതിയ നിയമത്തിൽ നമുക്കറിയാം, സ്നാനം എന്ന് പറഞ്ഞാൽ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, അത് യേശുക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനപ്പെടുന്നത്. ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ನಾವು ನೋಡಬಹುದು, ರೋಮ ಪತ್ರಿಕೆಯಲ್ಲಿ ನಾವು ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ, ದೀಕ್ಷಾಸ್ನಾನ ಯಾಕೆ ಬೇಕು, ಅದು ಕ್ರಿಸ್ತನೊಟ್ಟಿಗೆ ಸೇರಲು ಎಂಬುದಾಗಿ. ഇവിടെ നോക്കിക്കേ, പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സ്വന്തം ജനമായ ആൾക്കാർ ഒരുമിച്ച് ആ ചെങ്കടൽ കൂടെ കടന്നു പോകുമ്പോൾ, സ്നാനമേൽക്കുമ്പോൾ അവിടെ അവർക്ക് പ്രത്യക്ഷമായി ഒരു യേശു ഇല്ല. അതുകൊണ്ടാണ് അവിടെ മോശയോട് ചേർന്നു, അതൊരു നിഴലാണ്. ನಾವು ನೋಡಬಹುದು, ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ನಾವು ನೋಡಿದರೆ ಇಸ್ರಾಯೇಲ್ ಮಕ್ಕಳು ಕೆಂಪು ಸಮುದ್ರ ದಾಟಿ ಹೋಗುತ್ತಿರುವಾಗ ಅವರು ದೀಕ್ಷಾಸ್ನಾನ ಹೊಂದಿದರು ಎಂಬುದಾಗಿ ಹೇಳಬಹುದು. ಆದರೆ ಅಲ್ಲಿ ಯೇಸು ಸ್ವಾಮಿ ಇಲ್ಲದ ಕಾರಣ ಮೋಶೆ ಇದ್ದನು, ಅದಕ್ಕೆ ಮೋಶೆಯೊಟ್ಟಿಗೆ ಸೇರಿದನು ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಅದು ಕ್ರಿಸ್ತನ ಒಂದು പ്രതിച്ഛായ ആಗಿದೆ. അതെ, പഴയ നിയമത്തിൽ മോശയോട് ചേർന്നു എന്ന് പറയുന്നതാണ് പുതിയ നിയമത്തിൽ യേശുവിനോട് ചേർന്നു എന്ന് പറയുന്നത്. ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಮೋಶೆಯೊಟ್ಟಿಗೆ ಸೇರಿದರು ಎಂಬುದಾಗಿ ಹೇಳುವಾಗ, ಹೊಸ ಒಡಂಬಡಿಕೆ ಬರುವಾಗ ಕ್ರಿಸ್ತನೊಟ್ಟಿಗೆ ಸೇರಿದನು ಎಂಬುದಕ್ಕೆ ಸಮವಾಗಿದೆ. അടുത്തത് പറയുന്നു, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. ಅಲ್ಲಿ ನಂತರ ಹೇಳ್ಕೊಂಡು ಅವರೆಲ್ಲರೂ ಒಂದೇ ಆತ್ಮಿಕ ಆಹಾರವನ್ನು ತಿಂದರು. പുതിയ നിയമത്തിൽ പറയുന്നത് നാം എല്ലാം ഒരു അപ്പത്തിന്റെ അംശികളാണ്. ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಹೇಳ್ಕೊಂಡು ನಾವೆಲ್ಲ ಒಂದೇ ರೊಟ್ಟಿಯ ಪಾಲುಗಾರರಾಗಿದ್ದೇವೆ. നിങ്ങളിത് വായിക്കുമ്പോൾ മനസ്സിലാകും, ഇതെല്ലാം നിഴലാണ്.
ನಾವಿದು ಓದುವಾಗ ಅರ್ಥ ಆಗತ್ತೆ, ನಾವೆಲ್ಲ ನೆರಳಾಗಿದ್ದೇವೆ. ഇതിന്റെ പൊരുളാണ് നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. ಇದರ ಆ ಒಂದು ನೆರಳಿನ ಮುಂದಿನ ಕಾರ್ಯವಾಗಿದೆ ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ನಾವು ನೋಡುವುದು. അവരെല്ലാം ഇസ്രായേൽ മക്കളെല്ലാം സ്വർഗത്തിൽ നിറങ്ങി വന്ന സ്വർഗീയ മന്ന, ദൂതന്മാർ ഭക്ഷിക്കുന്ന മന്ന, ദൂതന്മാർ ആഹാരമായ മന്നയാണ് അവർ ഭക്ഷിച്ചത്. ಅವರು ಆಮೇಲೆ ಸ್ವರ್ಗದಿಂದ ಇಳಿದು ಬಂದಂತಹ ಮನ್ನ ಅಂದ್ರೆ ದೂತರು ತಿನ್ನುವಂತ ಆಹಾರವನ್ನ ಇಸ್ರಾಯೇಲ್ ಮಕ್ಕಳು ತಿಂದಿದ್ದರು. അപ്പോ അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോ യേശു പറയുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ಅದು ಹೊಸ ಒಡಂಬಡಿಕೆ ಬರುವಾಗ ಯೇಸುಸ್ವಾಮಿ ಹೇಳ್ತಿದ್ದಾನೆ, ನನ್ನನ್ನು ತಿನ್ನುವವನು ನನ್ನ ಮುಖಾಂತರ ಜೀವಿಸುವನಾಗಿದ್ದಾನೆ. അപ്പോ പുതിയ നിയമത്തിൽ എല്ലാവരും യേശുവിനെയാണ് ഭക്ഷിക്കുന്നത്, ഒരേ ആത്മീക ആഹാരമാണ് ഭക്ഷിക്കുന്നത്. ಹೊಸ ಒಡಂಬಡಿಕೆ ಬರುವಾಗ ಎಲ್ಲರೂ ಯೇಸುವನ್ನ ಭಕ್ಷಿಸುತ್ತಿದ್ದಾರೆ, ಎಲ್ಲರೂ ಒಂದೇ ಆತ್ಮಿಕ ಆಹಾರವನ್ನ ಸ್ವೀಕಾರ ಮಾಡ್ತಾ ಇದ್ದಾರೆ. അടുത്ത് പറയുന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. ನಂತರ ಹೇಳ್ಕೊಂಡು ಎಲ್ಲರೂ ಒಂದೇ ಆತ್ಮಿಕವಾದಂತಹ ಪಾನೀಯವನ್ನ ಕುಡಿದರು. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ಅವ್ರು ಹೇಳ್ತಾರೆ, ಅವರನ್ನ ಅನುಗಮಿಸಿದಂತಹ ಬಂಡೆಯಿಂದ ಅವರು ಕುಡಿದರಲ್ವಾ. ആ പാറ ക്രിസ്തുവായിരുന്നു, ಆ ಬಂಡೆ ಕ್ರಿಸ್ತನಾಗಿದ್ದನು. അപ്പോൾ അവസാനം വരുമ്പോഴത്തേന് ആ മറഞ്ഞിരുന്ന ആ നിഴലിനെ പൗലോസ് ഇവിടെ പുറത്തു കൊണ്ടുവരുവാണ്. ಈ ವಾಕ್ಯದ ಕೊನೆಗೆ ಬರುವಾಗ ಆ ಮರೆಯಾಗಿದ್ದಂತಹ ನೆರಳನ್ನ ಆಮೇಲೆ ಪೌಲನು ಹೊರಗೆ ತರುತ್ತಾ ಇದ್ದಾನೆ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആദ്യം മുതൽ ഒന്നാമത്തെ വാക്യം മുതൽ വായിക്കുന്ന മുഴുവൻ നിഴലാണ് എന്ന് നമുക്ക് ഈ അവസാനത്തെ ഈ 5ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ನಾವು 1ರಿಂದ 5ನೇ ವಾಕ್ಯದವರೆಗೆ ಓದುವಾಗ ಇದೆಲ್ಲ ಒಂದು ನೆರಳಾಗಿತ್ತು ಎಂಬುದು 5ನೇ ವಾಕ್ಯಕ್ಕೆ ಓದುವಾಗ ನಮಗೆ ಅರ್ಥ ಆಗುತ್ತೆ. അപ്പോൾ അവർ ക്രിസ്തുവിനെയാണ്, ക്രിസ്തുവിന്റെ ശരീരം ഭക്ഷിക്കുകയും ക്രിസ്തുവിന്റെ രക്തം കുടിക്കുകയും ചെയ്തു എന്ന് നമുക്ക് പറയാം. ನಾವು ಹೇಳ್ಬೋದು, ಅವರೆಲ್ಲ ಕ್ರಿಸ್ತನ ಶರೀರವನ್ನು ಸ್ವೀಕಾರ ಮಾಡಿದರು, ಆತನ ರಕ್ತವನ್ನ ಪಾನ ಮಾಡಿದರು ಎಂಬುದಾಗಿ ನಾವು ಇಲ್ಲಿ ಹೇಳಬಹುದು. ഒന്ന്, അവർ എല്ലാവരും ദൈവ സാന്നിധ്യത്തിനകത്തായിരുന്നു. ಒಂದು, ಅವರೆಲ್ಲರೂ ದೇವರ ಸಾನ್ನಿಧ್ಯದೊಳಗಿದ್ದರು. അവര് എല്ലാവരും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ಅವರೆಲ್ಲರೂ ದೀಕ್ಷಾಸನಗೊಂಡು ಮೋಶೆಯೊಟ್ಟಿಗೆ ಸೇರಿದರು. അവരെല്ലാം ഒരേ ആത്മീക ആഹാരം കഴിച്ചു. ಅವರೆಲ್ಲ ಒಂದೇ ಆತ್ಮಿಕ ಆಹಾರವನ್ನು ತಿಂದರು. അവരെല്ലാം ഒരേ ആത്മീക പാനീയം കുടിച്ചു. ಅವರೆಲ್ಲರೂ ಒಂದೇ ಆತ್ಮಿಕ ಪಾನೀಯವನ್ನು ಕುಡಿದರು. ഇത് തന്നെയാണ് പുതിയ നിയമസഭയിൽ നമ്മുടെ ഇടയിലും നടക്കുന്നത്. ಇದೇ ಹೊಸ ಒಡಂಬಡಿಕೆ ಸಭೆಯಲ್ಲಿ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ನಡೆಯುತ್ತಿರುವುದು. പക്ഷേ അവിടെ ഒരു പ്രശ്നം സംഭവിച്ചു. ಆದರೆ ಅಲ್ಲಿ ಒಂದು ತೊಂದರೆ ಉಂಟಾಯಿತು. ആ പാറ ക്രിസ്തുവായിരുന്നു എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ಆ ಬಂಡೆ ಕ್ರಿಸ್ತನೇ ಆಗಿದ್ದನು, ಆದರೂ ಅವರೊಳಗೆ ಬಹುಮಂದಿಯ ವಿಷಯದಲ್ಲಿ ದೇವರು ಸಂತೋಷಿಸಲಿಲ್ಲ. അവരെ മരുഭൂമി തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ಅವರು ಅಡವಿಯಲ್ಲಿ ಸಂಹರಿಸಲ್ಪಟ್ಟರೆಂದು ಬರೆದಿದೆಯಷ್ಟೇ. എന്ന് ഇത് സാധാരണ ആൾക്കാരല്ല, ಇವರು ಸಾಧಾರಣ ವ್ಯಕ್ತಿಗಳಲ್ಲ, ദൈവം വിളിച്ചിറക്കിയ ആൾക്കാരാണ്. ದೇವರು ಕರೆದು ಹೊರಗೆ ತಂದ ವ್ಯಕ್ತಿತ್ವಗಳು. ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും വിളിച്ചിറക്കി, ಫರೋಹನ ಐಗುಪ್ತದ ಅಧಿಕಾರದಿಂದ ಆ ಒಂದು ಜೀತದ ಅನುಭವದಿಂದ ಹಿಡಿದು ಹೊರಗೆ ತಂದವರು. ഇത് തന്നെ പുതിയ നിയമത്തിലും കാണുന്നത്. ಇದೇ ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ನಾವು ನೋಡುತ್ತಿರಬಹುದು. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. ಯೇಸು ಹೇಳಿದ್ರು, ನೀವು ನನ್ನನ್ನು ಆರಿಸಿಕೊಂಡಿದ್ದಲ್ಲ, ನಾನು ನಿಮ್ಮನ್ನು ಆರಿಸಿಕೊಂಡಿದ್ದೇನೆ. യേശു കർത്താവാണ് നമ്മെ വിളിച്ചത്. ಯೇಸು ಕರ್ತನೇ ನಮ್ಮನ್ನು ಆರಿಸಿಕೊಂಡಿದ್ದಾನೆ. നമ്മളായിരുന്ന ആ ಪಾಪത്തിന്റെ അടിമത്തത്തിൽ നിന്നും യേശു നമ്മളെ വിളിച്ചിറക്കി. ನಾವಾಗಿರುವ ಪಾಪದ ಆ ಒಂದು ಅಡಿಮೆ ಅವಸ್ಥೆಯಿಂದ ಯೇಸು ಕ್ರಿಸ್ತ ನಮ್ಮನ್ನು ಅಲ್ಲಿಂದ ಕರೆದನು. അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ വിളിച്ചിറക്കി. ಒಂದು ಆಮೇಲೆ ಜೀತದಾಳಿನ ಅನುಭವದಿಂದ ಸ್ವತಂತ್ರತೆಗೆ ದೇವರು ಕರೆತಂದನು. ഇത് തന്നെയാണ് ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും കനാനിന്റെ പാലും തേനും ഒഴുകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ വിളിച്ചിറക്കിയത്. ಆ ಒಂದು ಫರೋಹನ ಅಧಿಕಾರದಿಂದ ತೆಗೆದು ಕನಾನ್ ದೇಶದ ಸ್ವತಂತ್ರತೆಗೆ ದೇವರು ಕರ್ಕೊಂಡು ಬಂದರು. പൗലോസ് പറയാ, ഇങ്ങനെയുള്ള ഒരു ജനത്തെ ദൈവം മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞെങ്കിൽ ഇതൊരു വാണിംഗ് ആണ്. ಪೌಲ ಹೇಳ್ತಿದ್ದಾನೆ, ಅಂತ ಒಂದು ಜನರನ್ನೇ ದೇವರು ಮರುಭೂಮಿಲಿ ತಳ್ಳಿಬಿಟ್ಟು ಸಾಯಿಸಿದರೆ ಇದು ನಿಮಗೊಂದು ವಾರ್ನಿಂಗ್ ಆಗಿದೆ, ಎಚ್ಚರಿಕೆಯಾಗಿದೆ. പലരുടെയും ചിന്ത രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിലേക്ക് ഞായറാഴ്ച പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നടന്നാലും അങ്ങ് സ്വർഗത്തിൽ പോകുന്ന ಅನೇಕರ ಚಿಂತೆ ಏನೆಂದರೆ, ರಕ್ಷಣೆಗೊಂಡು ದೀಕ್ಷಾಸನಗೊಂಡು ಬಂದು ಬಿಟ್ರೆ, ಹೀಗೆ ಸಭೆಗೆ ಬಂದರೆ, ಹೇಗೋ ಸಭೆಗೆ ಬಂದರೆ ಹೀಗೆ ಸ್ವರ್ಗಕ್ಕೆ ಹೋಗ್ಬೋದು ಎಂಬುದಾಗಿ ಕೆಲವರು ಚಿಂತೆ ಮಾಡ್ತಾರೆ. ആ രക്ഷയിലൂടെ അല്ലെങ്കിൽ ആ ഒരു സ്നാനത്തിലൂടെ അല്ലെങ്കിൽ അന്ന് ലഭിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകത്തിലൂടെ ഒരു ചെറിയ അന്യഭാഷയിലൂടെ എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നുമില്ല,
നീ അങ്ങ് സ്വർഗത്തിലേക്ക് പോയാൽ മതി എന്നൊരു ചിന്തയിൽ ഇരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ರಕ್ಷಣೆ ಹೊಂದಿದ ಮೇಲೆ ಒಂದು ಅಭಿಷೇಕವು ಅನ್ಯ ಭಾಷೆ ಸಿಕ್ಕಿದ ಮೇಲೆ ಅದು ಸಿಕ್ಕಿದ ನಂತರ ಹೀಗೆ ನಾವು ಹೋಗಬಹುದು ಎಂಬುದಾಗಿ ಚಿಂತೆ ಮಾಡುವ ಒಂದು ಸಣ್ಣ ಕೂಟ ಜನ ಇದ್ದಾರೆ. നിങ്ങളൊരു കാര്യം ഓർക്കണം, നമ്മുടെ ഇന്നു വരെയുള്ള സകലതും ദൈവമാണ് ചെയ്തത്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നാം ചെയ്യേണ്ടത്. ನೀವೊಂದು ಒಂದು ಕಾರ್ಯ ಚಿಂತೆ ಮಾಡಬೇಕು. ಇವತ್ತಿನವರೆಗಿನ ಪ್ರತಿಯೊಂದು ಕಾರ್ಯವು ದೇವರು ಮಾಡಿದ್ದಾರೆ, ಆದರೆ ಮುಂದೆ ಇರುವುದು ನಾವು ಮಾಡಬೇಕಾಗಿದೆ. പാപത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് ഞാനല്ല, ಪಾಪದಿಂದ ಹೊರಗೆ ಬಂದದ್ದು ನಾನಲ್ಲ, എന്റെ ഇഷ്ടപ്രകാരമല്ല പുറത്തിറങ്ങിയത്, ನನ್ನ ಇಷ್ಟ ಪ್ರಕಾರ ಅಲ್ಲ ನಾನು ಹೊರಗೆ ಬಂದಿರುವುದು. ദൈവമാണ് എന്നെ പുറത്തിറക്കിയത്. ದೇವರು ನನ್ನ ಹೊರಗೆ ತಂದಿದ್ದಾನೆ. അവൻ തൻ്റെ ശരീരത്തെ, തൻ്റെ രക്തത്തെ എനിക്ക് തന്നതാണ്. ಆತನು ತನ್ನ ರಕ್ತವನ್ನು ನನಗೆ ಕೊಟ್ಟಿದ್ದಾನೆ. ആ രക്ഷ അവന്റെ ദാനമാണ്. ಆ ರಕ್ಷಣೆ ಆತನ ದಾನವಾಗಿದೆ. പരിശുദ്ധാത്മാവ് അവന്റെ ദാനമാണ്. ಪರಿಶುದ್ಧಾತ್ಮ ಆತನ ದಾನವಾಗಿದೆ. കൃപാവരങ്ങൾ അവന്റെ ദാനമാണ്. ಕೃಪಾವರಗಳು ಆತನ ದಾನವಾಗಿದೆ. ഇതെല്ലാം യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതാണ്. ಇದೆಲ್ಲ ಯೇಸು ಕರ್ತನು ನಮಗಾಗಿ ಮಾಡಿದ್ದಾನೆ. സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്നു, എല്ലാം ശരിയാണ്. ಆಮೇಲೆ ದೀಕ್ಷಾಸನಗೊಂಡು ಕರ್ತನೊಟ್ಟಿಗೆ ಸೇರಿದೆವು, ಎಲ್ಲ ಸರಿಯಾಗಿದೆ. പക്ഷെ എന്റെ ഉത്തരവാദിത്തം എന്താണ്? ಆದ್ರೆ ನನ್ನ ಜವಾಬ್ದಾರಿಗಳೇನು? ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് വിശുദ്ധനായി വിളിക്കപ്പെട്ട ഞാൻ വിശുദ്ധ പ്രവർത്തികൾ ചെയ്യുക എന്നാണ് എൻ്റെ ഉത്തരവാദിത്വം. ಮುಂದಿನ ದಿನಗಳು ಏನು ಮಾಡಬೇಕು, ಮುಂದಿನ ಸಮಯದಲ್ಲಿ ಏನು ಮಾಡಬೇಕು, ಪರಿಶುದ್ಧಾತ್ಮನಿಗೆ ಸೇರಿಕೊಂಡು ಆ ಒಂದು ರಕ್ಷಣೆ ಅನುಭವದಲ್ಲಿ ನಾವು ಮುಂದೆ ಜೀವಿಸಬೇಕು. ഞാൻ രക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ എന്നിൽ വന്ന രക്ഷ എന്ന് പറയുന്നത് എൻ്റെ ആത്മാവിനാണ്. ನನ್ನಲ್ಲಿ ರಕ್ಷಣೆ ಉಂಟಾಯಿತು ಎಂಬುದು ಹೇಳುವಾಗ ಅದು ಎಲ್ಲಿ? ಆತ್ಮನಿಗೆ ರಕ್ಷಣೆ ಉಂಟಾಗಿದೆ. എൻ്റെ ദേഹിക്ക് രക്ഷ ഉണ്ടാകണം. ನನ್ನ ದೇಹಕ್ಕೆ ಈಗ ರಕ್ಷಣೆ ಆಗಬೇಕು. ദേഹി, സോൾ രക്ഷിക്കപ്പെടണം. ನನ್ನ ಆ ಸೋಲ್ ರಕ್ಷಣೆಗೊಳ್ಳಬೇಕು. അത് ഓരോ ദിവസവും നാം പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ള പ്രവൃത്തിയിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ನಾವು ಒಂದೊಂದು ದಿನ ಪರಿಶುದ್ಧಾತ್ಮನೊಟ್ಟಿಗಿರುವಾಗ ಒಂದೊಂದು ದಿನವೂ ಅದು ರಕ್ಷಣೆಗೊಳ್ಳುತ್ತಾ ಉಂಟು. ആത്മാവ് രക്ഷിക്കപ്പെട്ടു, ಆತ್ಮನು ರಕ್ಷಣೆಗೊಂಡನು. ദേഹി, സോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സോൾ ഇന്നു രക്ഷಣೆಗೊಳ್ಳುತ್ತಾ ಉಂಟು. നാം അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് യേശു കർത്താവ് വരുമ്പോൾ ഞൊടി നേരം കൊണ്ട് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം ഉയർച്ചയുള്ള ശരീരമായി മാറ്റപ്പെടുന്നത്. ಹಾಗೆನೆ ಹೋಗುವಾಗಲೇ ಈ ಒಂದು ಕೆಳಗಿನ ಶರೀರ ಅದು ಮೇಲಿನ ಶರೀರವಾಗಿ ಮಾರ್ಪಟ್ಟು ನಾವು ಮೇಲೆ ಹೋಗೋರಾಗಿದ್ದೇವೆ. തേജസ്സിന്റെ ഒരു ശരീരം, യേശു കർത്താവിന്റെ അതേ ശരീരം, അതേ പ്രതിരൂപമായി നമ്മൾ മാറപ്പെടുന്നത് അപ്പോഴാണ്. ಯೇಸು ಕ್ರಿಸ್ತನ ಶರೀರ ಅಂದ್ರೆ ಅದೇ ತೇಜಸ್ಸಿನ ಒಂದು ಶರೀರ, ಯೇಸುವಿನ ಅದೇ ರೀತಿಯ ಒಂದು ಶರೀರ, ಆ ಒಂದು ರೂಪಾಂತರ ಆವಾಗ ನಡೆಯುತ್ತದೆ. അപ്പോഴാണ് രക്ഷയുടെ ആ മുഴുവൻ പ്രോസസ്സും കഴിയുന്നത്. രക്ഷ കംപ്ലീറ്റ് ആകുന്നപ്പോഴാണ്. ಆವಾಗಲೇ ನಿಜವಾಗ್ಲೂ ರಕ್ಷಣೆ ಕಂಪ್ಲೀಟ್ ಆಗುವುದು, ಪೂರ್ಣವಾಗುವುದು. നമുക്കറിയാം, സുവിശേഷത്തിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത അനേക ആൾക്കാർ അവസാന നാളുകളിൽ ആ വാതിക്കൽ വന്ന് മുട്ടുമ്പോൾ കർത്താവ് പറയുന്നു, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. ಅನೇಕರು ಕರ್ತನ ನಾಮದಲ್ಲಿ ಸೇವೆ ಮಾಡಿದ ಅನೇಕರು ನಾವು ಬೈಬಲ್ ವಾಕ್ಯ ಓದೋ ಪ್ರಕಾರ ಆ ಕರ್ತನ ಬಾಗಿಲನ್ನು ತಟ್ಟುವಾಗ ಕರ್ತನ ಹೇಳ್ತಾನೆ, ನಾನು ಅರಿಯೇ ನಿನ್ನನ್ನು. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, ഇതെല്ലാം ചെയ്തു. പക്ഷേ കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ಅವ್ರು ಹೇಳ್ತಾರೆ, ನಾವು ನಿನ್ನ ನಾಮದಲ್ಲಿ ಭೂತವನ್ನು ಓಡಿಸಿದ್ದೇವೆ, ರೋಗಿನ ಸೌಖ್ಯ ಮಾಡಿದ್ದೇವೆ. ಬಟ್ ದೇವರು ಹೇಳ್ತಾರೆ, ನಾನು ಅರಿಯೇ ನಿನ್ನನ್ನ. നാം ആർക്ക് വേണ്ടിയാണോ ജീവിച്ചത്, നമ്മുടെ ജീവിതം മുഴുവൻ ആരെയാണോ പ്രഘോഷിച്ചത്, വചനം പറഞ്ഞത്, ആ വ്യക്തി അവസാനം വന്നിട്ട് ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ എന്തൊരവസ്ഥ നമുക്ക്. ನಾವು ಯಾರಿಗಾಗಿ ಜೀವಿಸಿದೆವೋ, ಯಾರಿಗಾಗಿ ವಾಕ್ಯವನ್ನು ಸರಿದೆವೋ, ಆ ವ್ಯಕ್ತಿ ಬಂದು ಕೊನೆಗೆ ಹೇಳ್ತಾನೆ, ನಾನು ನಿನ್ನ ಅರಿಯೇ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಅದರ ಅವಸ್ಥೆಯನ್ನು ಆಲೋಚನೆ ಮಾಡಿ ನೋಡಿ. അപ്പോൾ പഴയ നിയമത്തിൽ കർത്താവ് വിളിച്ചിറക്കപ്പെട്ട ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ തള്ളിയിട്ടെങ്കിൽ, ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಕರ್ತನು ಕರೆದಂತ ಜನರಾದ ಇಸ್ರಾಯೇಲ್ ಮಕ್ಕಳನ್ನ ದಾರಿಯಲ್ಲಿ ದೇವರು ತಳ್ಳಿ ಬಿಟ್ಟರೆ, പുതിയ നിയമത്തിലും ഇത് സംഭവിക്കാം. ಆದ್ರೆ ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಇದು ಸಂಭವಿಸಬಹುದು. അതാണ് പൗലോസ് കൊരിന്ത്യയിലെ വിശ്വാസികളോട് പറയുന്നത്. ಅದಕ್ಕೆ ಪೌಲನು ಕೊರಿಂಥಿಯ ವಿಶ್ವಾಸಿಗಳು ಹೇಳ್ತಾ ಇದ್ದಾನೆ, സഹോദരന്മാരെ, നിങ്ങൾ ഇത് അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ಸಹೋದರ, ನೀವು ಇದು ತಿಳಿಯಬೇಕೆಂಬುದಾಗಿ ನಾನು ಆಸೆ ಪಡುತ್ತಾ ಇದ್ದೇನೆ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ അവർ തള്ളപ്പെടത്തില്ലെങ്കിൽ ഈ വാക്യം ഇവിടെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ರಕ್ಷಣೆಗೊಂಡು ದೀಕ್ಷಾಸನಗೊಂಡು ಬಂದವರು ತಳ್ಳಲ್ಪಡದೇ ಇದ್ದರೆ ಈ ವಾಕ್ಯದಲ್ಲಿ ಬರೀ ಅವಶ್ಯಕತೆ ಇರಲಿಲ್ಲ. കാരണം പലരുടെയും മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ಯಾಕಂದ್ರೆ ಅನೇಕರ ಮೈಂಡ್ ಸೆಟ್ ಹಾಗೆ ಆಗಿದೆ. അനേക വിശ്വാസികൾ അവർ പോകുന്ന പോക്ക് കണ്ടാൽ അതാ തോന്നുന്നത്. ಅನೇಕ ವಿಶ್ವಾಸಿಗಳ ಅವರ ಹೋಗುವಿಕೆ ನೋಡಿದ್ರೆ ಹಾಗೆ ಅನಿಸುತ್ತಾ ಉಂಟು.
ഞങ്ങളെ വിളിച്ചു, ഞങ്ങളെ ദൈവം വിളിച്ചു, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഞങ്ങൾ സ്നാനപ്പെട്ടു, ഇനി ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ് ഞങ്ങളെ സ്വർഗത്തിൽ നിത്യത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്. ಅನೇಕರ ಚಿಂತೆ ಏನೆಂದರೆ ದೇವರು ನಮ್ಮನ್ನು ಕರೆದರು, ರಕ್ಷಣೆ ಉಂಟಾಯಿತು, ಎಲ್ಲ ಆಯಿತು, ಇನ್ನು ಕರ್ತನ ಒಂದು ಜವಾಬ್ದಾರಿ ನಮ್ಮನ್ನು ಸ್ವರ್ಗಕ್ಕೆ ತೆಗೆದುಕೊಂಡು ಹೋಗುವುದು. 6ാമത്തെ വാക്യത്തിൽ പറയുക, പൗലോസ് പറയുക, ഇത് നമുക്ക് ഒരു ദൃഷ്ടാന്തമായി സംഭവിച്ചു. ಇಲ್ಲಿ 6ನೇ ವಾಕ್ಯದಲ್ಲಿ ಹೇಳುತ್ತಾ ಉಂಟು, ಇದು ನಮಗೆ ಒಂದು ಈ ಸಂಗತಿ ನಮಗೆ ನಿದರ್ಶನಗಳಾಗಿವೆ. happened as examples for us. ಇದೆಲ್ಲ ಒಂದು ನಿದರ್ಶನಗಳಾಗಿಲ್ಲ, ಎಕ್ಸಾಂಪಲ್ಸ್ ಆಗಿದೆ. അത് വളരെ വ്യക്തമായിട്ട് പൗലോസ് അത് പറയുകയാണ്. ಬಹಳ ವ್ಯಕ್ತವಾಗಿ ಪೌಲನಲ್ಲಿ ಹೇಳ್ತಾ ಇದ್ದಾನೆ. ഈ പഴയ നിയമത്തിൽ സംഭവിച്ചത്, നമ്മുടെ പിതാക്കന്മാർക്ക് സംഭവിച്ചത്, ഇത് നമ്മൾ മറന്നു പോകരുത്. ഇത് നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു എക്സാമ്പിൾ ആണ്. ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ನೋಡಿರುವ ಪ್ರಕಾರ, ಆ ಜನರಿಗೆ ಸಂಭವಿಸಿದ ಪ್ರಕಾರ ಇದೆಲ್ಲ ನೋಡಿ ನೀವು ಸುಮ್ಮನೆ ಇರಬಾರ್ದು. ಇದೆಲ್ಲ ನಮಗೆ ಹಳೆಯ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ನಡೆದಂಥ ವಿಷಯಗಳೆಲ್ಲ ನಮಗೊಂದು ಎಕ್ಸಾಂಪಲ್ ಆಗಿದೆ, ನಿದರ್ಶನಗಳಾಗಿವೆ. താഴോട്ട് പറയുന്നത് എങ്ങനെയാണ് അവർ തള്ളപ്പെട്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ തള്ളപ്പെട്ടതെന്ന് താഴോട്ട് പറയുന്നു. ಯಾಕೆ ಅವರು ತಳ್ಳಲ್ಪಟ್ಟರು, ಯಾಕೆ ಅವರು ಕೈಬಿಡಲ್ಪಟ್ಟರು ಎಂಬ ವಿಷಯವು ಅದರ ಕೆಳಗಿನ ಭಾಗದಲ್ಲಿ ವಿವರಿಸಲಾಗಿದೆ. 1ാമത്തെ പോയിന്റ് പറയുന്നത്, 1ನೇ ವಾಕ್ಯ ಪಾಯಿಂಟ್ ಹೇಳ್ತಿರುವುದು, അവർ മോഹിച്ചതുപോലെ നാം ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. ಅವರು ಆಸೆ ಪಟ್ಟ ರೀತಿಯಲ್ಲಿ ನಾವು ದುರ್ಮೋಹಿಗಳು ಆಗದೆ ಇರೋಕ್ಕೋಸ್ಕರವಾಗಿ. ഇവിടെ മോഹിക്കുന്നതല്ല പ്രശ്നം, ಇಲ್ಲಿ ಆಶಿಸುವುದಲ್ಲ ತೊಂದರೆ, അവരെങ്ങനെ മോഹിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ಅವರು ಹೇಗೆ ആശിಸಿದರು ಎಂಬ ವಿಷಯ. നമ്മൾ ഓരോ വാക്യം എടുക്കുമ്പോഴും വളരെ സൂക്ഷ്മതയോടെ അത് ധ്യാനിക്കണം. ನಾವು ಒಂದೊಂದು ವಾಕ್ಯ ತೆಗೆದುಕೊಳ್ಳುವಾಗ ಬಹಳ ಸೂಕ್ಷ್ಮತೆಯಿಂದ ನಾವು ನೋಡಬೇಕು. ഇവിടെ ഇത് വേറെ രീതിയിൽ ചിലർ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, ಇಲ್ಲಿ ಕೆಲವರು ಬೇರೆ ರೀತಿಯಲ್ಲಿ ಅದನ್ನ ವಿವರಣೆ ಮಾಡುವುದು, അവർ മോഹിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അതുകൊണ്ട് നാം ഒന്നും മോഹിക്കരുത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നും മോഹിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ആൾക്കാർ. ಕೆಲವರು ಹೇಳ್ತಾರೆ ಅವರು ಆಶಿಸಿದ್ರು ಅದಕ್ಕೆ ಇದು ಸಂಭವಿಸಿತು, ಸೊ ಯಾರು ಏನು ಆಶಿಸಬಾರದು ಎಂಬುದಾಗಿ ಕೆಲವರು ಹೇಳೋರಿದ್ದಾರೆ. മോഹം, ആഗ്രഹം അതിനകത്ത് തന്നെ തെറ്റല്ല. ಆಮೇಲೆ ಆಸೆ, ಮೋಹ ಇದ್ರೊಳಗೆ ಎಲ್ಲ ತಪ್ಪೇನಲ್ಲ. കാരണം എൻ്റെ ഉള്ളിലുള്ള അഭിഷേകം, എൻ്റെ മോഹം, എൻ്റെ ആഗ്രഹം ഇതിലും അധികമായിട്ട് എനിക്ക് വേണം. ನನ್ನ ಒಳಗಿರುವಂಥ ಅಭಿಷೇಕ, ಇದರಲ್ಲಿರೋ ಮೋಹ ಇದಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ನನಗೆ ಬೇಕು. എനിക്ക് എൻ്റെ ആത്മീയ ജീവിതം, എൻ്റെ ആഗ്രഹം ഇനി ഇതിലും മേലെ കയറണം. ನನ್ನ ಆತ್ಮಿಕ ಜೀವಿತ ಇದಕ್ಕಿಂತ ಮೇಲೆ ನಾನು ಹತ್ತಬೇಕು. എൻ്റെ ഭൗതികമായ അവസ്ഥകൾ, എൻ്റെ ആഗ്രഹം, ഞാൻ ഇങ്ങനെ നിൽക്കാനല്ല, ഇതിലും മേലെ എനിക്ക് കയറണം. ನನ್ನ ಭೌತಿಕವಾದ ಆಸೆ, ನಾನು ಹೀಗೆ ಇರಬಾರದು, ಇನ್ನು ನಾನು ಇದರ ಮೇಲೆ ಹತ್ತಬೇಕು. ഇങ്ങനെ ഒരുപാട് മോഹങ്ങളുണ്ട്. ಈಗ ಅನೇಕ ರೀತಿಯ ಆಸೆಗಳು, ಮೋಹಗಳು ಉಂಟು. അപ്പോ ഈ മോഹമാണോ പ്രശ്നം? ಈ ಮೋಹವಾಗಿದೆಯಾ ತೊಂದರೆಗಳು? നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ನೀವು ಅಲ್ಲಿ ಬಹಳ ವ್ಯಕ್ತವಾಗಿ ಕೇಳಿದ್ರೆ ಅರ್ಥ ಆಗುತ್ತೆ, ಶ್ರದ್ಧೆ ಮಾಡಿದ್ರೆ ಅರ್ಥ ಆಗುತ್ತೆ. അവർ മോഹിച്ചതുപോലെ, ಅವರು ಕೆಟ್ಟ ವಿಷಯಗಳನ್ನು ಆಶಿಸಿದಂತೆ. എങ്ങനെയാണ് അവർ മോഹിച്ചത്? ಅವರು ಹೇಗೆ ಆಶಿಸಿದರು? അതാണ് പറയുന്നത്, നാം ദുർമോഹികളാകരുത്. അർത്ഥം അവർ ദുർമോഹമാണ്, അവരിലുണ്ടായത് ദുർമോഹമാണ്. ಅಂದರೆ ಅವರಲ್ಲಿ ಉಂಟಾಗಿದ್ದು ಕೆಟ್ಟ ವಿಷಯಗಳ ಆಸೆ. എന്താ ദുർമോഹം അവരിലുണ്ടായത്? ಏನು ದುರ್ಮೋಹ ಅಥವಾ ಕೆಟ್ಟ ವಿಷಯದ ಆಸೆ ಅಂದ್ರೆ ಏನು? ദൈവം വിളിച്ചിറക്കി മിസ്രൈമിൽ നിന്നും, പഴയ സ്വഭാവത്തിൽ നിന്നും, പഴയ ജീവിതത്തിൽ നിന്നും അവരെ വിളിച്ചിറക്കി ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ದೇವರು ಮಿಸ್ರೈಮಿನಿಂದ ಅಥವಾ ಐಗುಪ್ತದಿಂದ ಅವರನ್ನ ಬಿಡುಗಡೆಗೊಳಿಸಿ ಒಂದು ಹೊಸ ಜೀವನಕ್ಕೆ ಅವರನ್ನ ತಂದರು. ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് അവരെ ആക്കി. ದೇವರ ಸಾನ್ನಿಧ್ಯ ಒಳಗೆ ಅವರನ್ನ ಇಟ್ಟರು. ആ സാന്നിധ്യത്തിനകത്തിരുന്നു കൊണ്ട് അവർ മോഹിക്കുന്നത്, മിസ്രൈമിലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന സാധനങ്ങളൊക്കെ കിട്ടുമായിരുന്നു. ಅವರು ದೇವರ ಸಾನ್ನಿಧ್ಯ ಒಳಗಿಂದ ಅವರು ಆಶಿಸಿದ್ದು, ಆಸೆ ಪಟ್ಟದ್ದು, ಮಿಸ್ರೈಮಲ್ಲಿ ಇದ್ದರೆ ನಮಗೆ ಇಂಥದೆಲ್ಲ ಸಿಕ್ತಿತ್ತು, ಅಥವಾ ಐಗುಪ್ತದಲ್ಲಿ ಇದ್ದರೆ ಇಂತಿಂಥ ಕಾರ್ಯ ನಡೀತಿತ್ತು ಎಂಬುದಾಗಿ ಆಸೆ ಪಟ್ಟರು. അവരുടെ പഴയ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള മോഹമാണ് ദുർമോഹമായി മാറിയത്. ಅವರ ಹಳೆಯ ವಿಷಯದ ಕುರಿತಿದ್ದಂತಹ ಆಸೆಗಳಾಗಿತ್ತು ಅವರ ಕೆಟ್ಟ ವಿಷಯಗಳು. നാം എല്ലാവരും ഏതൊക്കെയോ ജീവിതത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് മുന്നോട്ട് വന്നവരാണ്. ನಾವು ಯಾವುದಲ್ಲೂ ಜೀವನದಿಂದ ಬಿಡುಗಡೆಗೊಂಡು ಹೊರಗೆ ಬಂದವರಾಗಿದ್ದೇವೆ. പഴയ സ്വഭാവങ്ങൾ, ചീത്ത സ്വഭാവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിടുതൽ പ്രാപിച്ച്, അല്ലെങ്കിൽ ദൈവം അവിടുന്നൊക്കെ നമ്മളെ വിടുവിച്ച്
അവൻ്റെ സാന്നിധ്യത്തിനകത്താക്കി നമ്മളെ ഒരു നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ನಮ್ಮನ್ನೆಲ್ಲ ಹಳೆಯ ಸ್ವಭಾವದ ಬಿಡುಗಡೆಗೊಳಿಸಿ ಆತನ ಆ ಸಾನ್ನಿಧ್ಯ ಮರಳಿ ಇಟ್ಟುಕೊಂಡು ನಿತ್ಯ ಜೀವಕ್ಕೆ ನಮ್ಮನ್ನು ಆ ದಾರಿಯಲ್ಲಿ ನಡೆಸೋರಾಗಿದ್ದಾರೆ. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊരാഗ്രഹം നാം വിട്ടുകളഞ്ഞ നമ്മുടെ പഴയ ജീവിത ശൈലിയിലേക്ക്, പഴയ സ്വഭാവത്തിലേക്ക്, ആ പാപത്തിലൊന്ന് രസിക്കാൻ ഒരു മോഹം ഉണ്ടായാൽ ഇതിനെയാണ് ദുർമോഹം എന്ന് പറയുന്നത്. ಹಾಗೆ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ನಾವು ನಿತ್ಯ ಜೀವದ ದಾರಿಯಲ್ಲಿ ಹೋಗುತ್ತಿರುವಾಗ ಆ ಮಧ್ಯದಲ್ಲಿ ಹಳೆಯ ಸ್ವಭಾವದ ವಿಷಯದಲ್ಲಿ, ಹಳೆಯ ವಿಷಯದಲ್ಲಿ ಚಿಂತೆ ಮಾಡಿ ಅದರಲ್ಲಿ ಲೀನವಾಗಕ್ಕೆ ಪ್ಲಾನ್ ಮಾಡುವಾಗ ಆ ವಿಷಯಕ್ಕಾಗಿ ಇಲ್ಲಿ ವಾಕ್ಯ ಹೇಳ್ಕೊಂಡು ಆ ಕೆಟ್ಟ വിഷയത്തിലിരുವಂತ ആസെ. അപ്പോൾ വിശ്വാസികളായിരിക്കുന്ന ഒരുവൻ, കർത്താവിൻ്റെ കൂടെ നടക്കുന്ന, അവൻ്റെ സാന്നിധ്യത്തിനകത്ത് നടക്കുന്ന ഒരുവൻ പഴയ ജീവിത ശൈലിയിലേക്ക് പോകാൻ മോഹിച്ചാൽ, കർത്താവ് പറയാ, വചനം ഇവിടെ പറയാ, അവനെ തള്ളിയിട്ട് കളയും. ಅಂದರೆ ಕ್ರಿಸ್ತನಲ್ಲಿ ಆತನ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ನಡೆಯುವ ಒಬ್ಬನು ಹಳೆಯ ಅವನ ಜೀವನ ಶೈಲಿಗೆ ತಿರುಗಿ ಹೋಗುವ ವಿಷಯದಲ್ಲಿ ಅವನು ಮೋಹಿಸಿದರೆ ಅಥವಾ ಆಸೆ ಪಟ್ಟರೆ ಇಲ್ಲಿ ವಾಕ್ಯ ಹೇಳ್ಕೊಂಡು ಅಂಥವರನ್ನ ದೇವರು ತಳ್ಳಿ ಬಿಡುವನಾಗಿದ್ದಾನೆ. അടുത്ത വാക്യം, 7-ാമത്തെ വാക്യം പറയുന്നു, ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കളിക്കുവാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്നത് പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ ವಿಗ್ರಹಾರಾಧಿಗಳಾಗಿರದು. ನೋಡಿ, 7ನೇ ವಾಕ್ಯ ಹೇಳುತ್ತಾ ಉಂಟು, ಅವರಲ್ಲಿ ಕೆಲವರು ವಿಗ್ರಹಾರಾಧರಾಗಿದ್ದರು, ಜನರು ಉಣ್ಣುವುದಕ್ಕೂ ಕುಡಿಯುವುದಕ್ಕೂ ಕೂತುಕೊಂಡರು, ಕುಣಿದಾಡುತ್ತೂ ಎದ್ದರು ಎಂದು ಬರೆದಿದೆಯಲ್ಲ. ഒന്നാമത്തെ പോയിന്റ്, ദുർമോഹികളാകരുത്. ಒಂದನೇ ಪಾಯಿಂಟ್, ನೀವು ಕೆಟ್ಟ ವಿಷಯದ ಆಸಕ್ತಿ ಉಳ್ಳವರಾಗಿರಬಾರ್ದು. രണ്ടാമത്തെ പോയിന്റ് ഇവിടെ പറയുന്നത്, നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. ಎರಡನೇ ಪಾಯಿಂಟ್ ಹೇಳಿ, ನೀವು വിഗ്രഹാരാധകരാಗಬಾರ್ದು. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ മനസ്സിൽ പറയും, ആ ദേവദാസനെ, ഞങ്ങൾ ഒരു വിഗ്രഹത്തെയും ആരാധിക്കുന്നില്ലല്ലോ. ನಾವೆಲ್ಲ ಇದೆಲ್ಲ ಕೇಳುವಾಗ ಹೇಳುತ್ತೇವೆ, ದೇವದಾಸರೇ, ನಾವು ಯಾವ ವಿಗ್ರಹವನ್ನು ಆರಾಧನೆ ಮಾಡ್ತಾ ಇಲ್ಲಲ್ಲ. വിഗ്രഹത്തെയൊക്കെ വിട്ടാണ് ഞങ്ങൾ വന്നത്, ഇനി ഞങ്ങൾ വിഗ്രഹത്തിൽ പോയി നമ്മുടെ മുമ്പിൽ പോയി വണങ്ങാൻ പോകത്തില്ല. ನಾವು ವಿಗ್ರಹವನ್ನೆಲ್ಲ ಬಿಟ್ಟು ಬಂದಿದ್ದೇವೆ, ಇನ್ನು ನಾವು ಅದಕ್ಕೆ ಅಡ್ಡ ಬೀಳೋದಕ್ಕೆ ಹೋಗೋದಿಲ್ಲ. പുതിയ നിയമത്തിൽ അത് മാത്രമല്ല വിഗ്രഹം. ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಅದು ಮಾತ್ರವಲ್ಲ ವಿಗ್ರಹ. ഏതോ ഒരു സ്റ്റാച്ചു മാത്രമല്ല വിഗ്രഹം. ಯಾವುದೋ ಒಂದು ಶಿಲ್ಪ ಮಾತ್ರವಲ್ಲ ಆ ವಿಗ್ರಹ. ദൈവത്തെക്കാളും കൂടുതൽ നീ എന്തിനെ സ്നേഹിക്കുന്നോ അതെല്ലാം നിന്റെ വിഗ്രഹമാ. ದೇವರಿಗಿಂತ ಮಿಗಿಲಾಗಿ ನೀನು ಏನೆಲ್ಲ ಪ್ರೀತಿ ಮಾಡ್ತೀಯೋ ಅದೆಲ್ಲ ಒಂದು ವಿಗ್ರಹವಾಗಿದೆ. ദൈവത്തെക്കാൾ കൂടുതൽ നിന്റെ മക്കളെ സ്നേഹിച്ചാൽ അത് നിന്റെ ജീവിതത്തിൽ ഒരു വിഗ്രഹമാണ്. ದೇವರಿಗಿಂತ ಮಿಗಿಲಾಗಿ ನಿನ್ನ ಮಕ್ಕಳನ್ನು ಪ್ರೀತಿ ಮಾಡಿದ್ರು ಅದು ಒಂದು ವಿಗ್ರಹಾರಾಧನೆಯಾಗಿದೆ. ദൈവത്തെക്കാൾ മീതെ നിന്റെ ഭാര്യയെ, നിന്റെ ഭർത്താവിനെ നീ സ്നേഹിച്ചാൽ, നിന്റെ പ്രൊഫഷനെ, നിന്റെ ജോലിയെ, നിന്റെ ബിസിനസ്സിനെ സ്നേഹിച്ചാൽ, നിന്റെ സാമ്പത്തികം നീ സ്നേഹിച്ചാൽ അത് വിഗ്രഹമാണ്. ಆಮೇಲೆ ದೇವರಿಗಿಂತ ಮಿಗಿಲಾಗಿ ನಿನ್ನ ಹೆಂಡತಿ, ಗಂಡ, ಮಕ್ಕಳು, ನಿನ್ನ ಕೆಲಸ, ನಿನ್ನ ಸಾಂಪತ್ತಿಕ ವಿಷಯ ಇದನ್ನ ಪ್ರೀತಿ ಮಾಡಿದರೆ ಅದು ಕೂಡ ವಿಗ್ರಹಾರಾಧನೆಯಾಗಿದೆ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞ് സ്വയം ഒരു വിശകലനം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുക, ഏതെങ്കിലും വിഗ്രഹം എവിടെങ്കിലും കിടപ്പുണ്ടോ? ಆಮೇಲೆ ನೀವು ಇವತ್ತು ವಾಕ್ಯ ಕೇಳುವಾಗ ಸ್ವಯವಾಗಿ ಹಿಂದೆ ತಿರುಗಿ ಸ್ವಲ್ಪ ನೋಡಿ, ನಿಮ್ಮ ಒಳಗೆ ಯಾವುದಾದ್ರು ಇಂಥ ರೀತಿಯ ವಿಗ್ರಹ ಆರಾಧನೆ ನಡೀತಾ ಉಂಟಾ? മക്കൾ മൂലം, അല്ലെങ്കിൽ ഭാര്യ മൂലം, ഭർത്താവ് മൂലം ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ, ദൈവത്തെ സ്നേഹിക്കാൻ കഴിയാതൊക്കെ, അല്ലെങ്കിൽ കൂടുതൽ പ്രയോറിറ്റി അവർക്ക് കൊടുക്കുന്നത് നിമിത്തം അങ്ങനെ ചെയ്യാൻ കഴിയാതെ വരുന്നതൊക്കെ വിഗ്രഹമാണ്. ದೇವರನ್ನ ಆ ದೇವರಿಗೆ ಸಮಯ ಕೊಡೋಕ್ಕೆ ಬದಲಾಗಿ ಮಕ್ಕಳ ನಿಮಿತ್ತವೋ ಅಥವಾ ಹೆಂಡತಿ ನಿಮಿತ್ತವೋ ಅವರಿಗೆ ಸಮಯ ಕೊಡೋ ಮುಖಾಂತರ ದೇವರಿಗೆ ಸಮಯ ಕೊಡದಿರುವಾಗ ಅದೆಲ್ಲ ಒಂದು ವಿಗ್ರಹಾರಾಧನೆ ಆಗಿದೆ. 8ാമത്തെ വാക്യം പറയുന്നത്, 8ನೇ ವಾಕ್ಯ ಹೇಳುತ್ತಿರುವುದು, അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണു പോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. ಅವರಲ್ಲಿ ಕೆಲವರು ಜಾರತ್ವ ಮಾಡಿ ಒಂದೇ ದಿನದಲ್ಲಿ 23,000 ಮಂದಿ ಸತ್ತರು, ನಾವು ಜಾರತ್ವ ಮಾಡದೇ ಇರೋಣ. പരസംഗം എന്ന് പറയുന്നത് ഇമ്മോറൽ ആയിട്ടുള്ള ആക്ട്സ്. ಆಮೇಲೆ ಜಾರತ್ವ ಅಂತ ಹೇಳಿದ್ರೆ ಇಮ್ಮೋರಲ್, ಬೇಡದ ಕೆಟ್ಟ ಕಾರ್ಯಗಳು. അപ്പോൾ മോറൽ അല്ലാത്തത് എല്ലാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഇമ്മോറലായി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ഞാൻ അതിൻ്റെ ഡീറ്റെയിലോട്ട് പോകുന്നില്ല, ഓരോന്നിലേക്ക് പോകുന്നില്ല, അത് നമുക്കറിയാം. ഇമ്മോറലായിട്ട് എന്തെല്ലാം ഉണ്ടോ അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളയും. ಆಮೇನ್, ಈ ಲೋಕದಲ್ಲಿ ಯಾವುದೆಲ್ಲ ಕೆಟ್ಟ ಕಾರ್ಯಗಳುಂಟೋ, ಇಮ್ಮೋರಲ್ ಆಗಿ ಏನೆಲ್ಲ ಉಂಟೋ ಅದೆಲ್ಲ ವಿಷಯ ನಾನು ಹೇಳಕ್ಕೆ ಇಷ್ಟಪಡುವುದಿಲ್ಲ. ಬಟ್ ಅದರೊಳಗೆ ನಾವು ಹೋದರೆ ದೇವರು ಮರುಭೂಮಿಯಲ್ಲಿ ನಮ್ಮನ್ನು ತಳ್ಳಿ ಬಿಟ್ಟು ಸಾಯಿಸುವನಾಗಿದ್ದಾನೆ. അടുത്തത് 9ാമത്തെ വാക്യത്തിൽ പറയുന്നത്, 4ാമത്തെ പോയിന്റ്, അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. ಅಲ್ಲಿ 9ನೇ ವಾಕ್ಯ ಹೇಳ್ತುಂಟು, ಅವರಲ್ಲಿ ಕೆಲವರು ಕರ್ತನನ್ನು ಪರೀಕ್ಷಿಸಿ ಸರ್ಪಗಳಿಂದ ನಾಶವಾದರು,
ನಾವು ಪರೀಕ್ಷಿಸದೇ ಇರೋಣ. എങ്ങനെ അവർ പരീക്ഷിച്ചത്? ಯಾವ ರೀತಿ ಅವರು ಪರೀಕ್ಷಿಸಿದರು? അവർ ദൈവത്തെ ടെസ്റ്റ് ചെയ്തു. ಅವರು ದೇವರನ್ನ ಪರೀಕ್ಷಿಸಿದರು. അവരെങ്ങനെയാ ദൈവത്തെ ടെസ്റ്റ് ചെയ്തത്? ಅವರು ಹೇಗೆ ದೇವರನ್ನ ಪರೀಕ್ಷಿಸಿದರು? ഈ മരുഭൂമിയിൽ ഇത്രയും ജനങ്ങൾക്ക്, ഈ 60 ലക്ഷം ജനങ്ങൾക്ക് ആഹാരം തരാൻ നിന്റെ ദൈവത്തിന് കഴിയുമോ? ಇಷ್ಟು ಮರುಭೂಮಿಯಲ್ಲಿರೋ ಇಷ್ಟು ಜನರಿಗೆ ಆಹಾರ ಕೊಡಕ್ಕೆ ನಿನ್ನ ದೇವರಿಗೆ ಆಗುತ್ತದಾ? മോശയോട് ചോദിക്കുക, ഇത്രയും പേർക്ക് ഇറച്ചി കൊടുക്കാൻ കഴിയുമോ? ಇಷ್ಟು ಜನರಿಗೆ ಮಾಂಸ ಕೊಡಕ್ಕೆ ಆಗುತ್ತದಾ? ಇದೆಲ್ಲ ಪ್ರಶ್ನೆಯನ್ನ ಮೋಶೆಗೆ ಕೇಳಿದರು. ഇതുപോലെ നാമും ദൈവത്തെ പരീക്ഷിക്കുന്നില്ലേ? ಇದೇ ರೀತಿ ನಾವೆಲ್ಲ ದೇವರನ್ನ ಪರೀಕ್ಷೆ ಮಾಡ್ತಾ ಇಲ್ವಾ? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ അതിന്റെ മുമ്പിൽ നാം ക്വസ്റ്റ്യൻ ചോദിക്കുക, ഈ രോഗത്തെ മാറ്റാൻ ദൈവത്തിന് കഴിയുമോ? ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ತೊಂದರೆ ಬರುವಾಗ, ಒಂದು ರೋಗ ಬರುವಾಗ ನಾವು ಪ್ರಶ್ನೆ ಮಾಡ್ತೇವೆ, ಈ ರೋಗ ದೇವರಿಗೆ ಸೌಖ್ಯ ಮಾಡಕ್ ಆಗುತ್ತದಾ? ഒരു വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിനകത്ത് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ചോദിക്കുക, ഇത് മാറ്റാൻ, ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയുമോ? ಒಂದು ದೊಡ್ಡ ಸಂಪತ್ತಿನ ವಿಷಯದಲ್ಲಿ ಇಕ್ಕಟ್ಟಲ್ಲಿ ಸಿಲುಕಿರುವ ನಾವು ಕೇಳ್ತೇವೆ, ಇದರಿಂದ ಬದಲಾವಣೆ ಮಾಡಕ್ಕೆ ದೇವರಿಂದ ಸಾಧ್ಯ ಉಂಟಾ? ഇങ്ങനെ ഒരുപാട് രീതികളിൽ നാം ദൈവത്തെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ಇದೇ ರೀತಿಯಲ್ಲಿ ಅನೇಕ ರೀತಿಯಲ್ಲಿ ನಾವು ದೇವರನ್ನ ಪರೀಕ್ಷೆ ಮಾಡ್ತಾ ಇದ್ದೇವೆ. നമ്മുടെ അവിശ്വാസം, നമ്മുടെ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ദൈവത്തെ പരീക്ഷിക്കുകയാണ്. ನಮ್ಮ ಪ್ರಶ್ನೆಗಳು, ನಮ್ಮ ಅಪನಂಬಿಕೆಗಳು, ಇದೆಲ್ಲ ದೇವರನ್ನ ಪರೀಕ್ಷೆ ಮಾಡ್ತಾ ಉಂಟು. പലപ്പോഴും നമ്മൾ ഇത് തിരിച്ചറിയുന്നില്ല. നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുകയാണ് എന്ന് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. ಅನೇಕ ಸಂದರ್ಭದಲ್ಲಿ ನಾವು ಇದನ್ನ ತಿಳಿಯುತ್ತಾ ಇಲ್ಲ, ನಾವು ದೇವರನ್ನ ಪರೀಕ್ಷೆ ಮಾಡ್ತಾ ಇದ್ದೇವೆ ಎಂಬುದು. അടുത്ത പോയിന്റ് പറയുന്നു, 10ാമത്തെ വാക്യത്തിൽ, അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കരുത്. 10ನೇ ವಾಕ್ಯ ಹೇಳ್ಕೊಂಡು, ಇದಲ್ಲದೆ ಅವರಲ್ಲಿ ಕೆಲವರು ಗುಣುಗುಟ್ಟಿ ಸಂಹಾರಕನ ಕೈಯಿಂದ ನಾಶವಾದರು, ನೀವು ಗುಣುಗುಟ್ಟಬೇಡಿರಿ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന മറ്റൊരു കാര്യമായത്. ಅನೇಕ ಸಂದರ್ಭ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ನಡೆಯುವ ಮತ್ತೊಂದು ವಿಷಯ ಇದಾಗಿದೆ. ഇതെല്ലാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ಇದೆಲ್ಲ ತಿಳಿಯದೆ ನಡೆಯುವಂತ ವಿಷಯಗಳಾಗಿವೆ. നമ്മൾ 5 പോയിന്റുകളാണ് പറഞ്ഞത്. ನಾವು ಇವತ್ತು 5 ಪಾಯಿಂಟ್ಗಳು ಹೇಳಿದ್ದೇವೆ. ഒന്ന്, ദുർമോഹത്തെ കുറിച്ച് പറഞ്ഞു. ಒಂದು ಕೆಟ್ಟ ವಿಷಯಗಳ ಕುರಿತು ಹೇಳಿದ್ದೆ. നമ്മൾ പബ്ലിക്കലി അല്ലെങ്കിൽ മറ്റു ജാതികൾ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യാത്ത ആൾക്കാരാ. ನಾವು ಪಬ್ಲಿಕ್ ಆಗಿ ಅನ್ಯರು ಮಾಡೋ ರೀತಿಯಲ್ಲಿ ಕೆಲವು ಕಾರ್ಯಗಳು ಮಾಡದೇ ಇರಬಹುದು. എന്നാൽ ಆದರೆ നമ്മുടെ രഹസ്യത്തിൽ നമ്മൾ മാത്രമായിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കൈവിട്ട് കളഞ്ഞ പഴയ സ്വഭാവങ്ങളിലേക്ക്, പാപ സ്വഭാവങ്ങളിലേക്ക് ഒക്കെ പോകാൻ ഒരു മോഹം നമ്മുടെ ഉള്ളിൽ വരുന്നത് ദുർമോഹമാണ്. ಆದರೆ ರಹಸ್ಯವಾಗಿ ನಾವು ಬಿಟ್ಟಂತಹ ಹಳೆಯ ಪಾಪಗಳನ್ನ ಯಾರಿಗೂ ಗೊತ್ತಾಗದ ರೀತಿಯಲ್ಲಿ ನಾವು ಮಾಡಿದರೆ ಅದು ಕೆಟ್ಟ ವಿಷಯಗಳು ಅಥವಾ ದುರ್ಮೋಹಗಳಾಗಿವೆ. ഇത് പലപ്പോഴും നാം വിശ്വാസികൾ എന്ന് പറയുന്നവർ അകത്ത് ഇത് ഉണ്ടാകാറുണ്ട്. ಇದು ಅನೇಕ ಸಂದರ್ಭದಲ್ಲಿ ವಿಶ್ವಾಸಿ ಎಂಬುದಾಗಿ ಹೇಳುವರ ಒಳಗೆ ಇದು ನಡೀತಾ ಉಂಟು. അടുത്തത് വിഗ്രഹാരാധികൾ എന്ന് പറയുമ്പോൾ ദൈവത്തെക്കാൾ കൂടുതൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യത്തെ സ്നേഹിക്കുമ്പോൾ വിഗ്രഹാരാധിയാകുക, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ವಿಗ್ರಹಾರಾಧನೆ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ದೇವರಿಗಿಂತ ಮಿಗಿಲಾಗಿ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬೇರೆ ಯಾವುದನ್ನು ನಾವು ಪ್ರೀತಿ ಮಾಡುವ ಮುಖಾಂತರ ವಿಗ್ರಹಾರಾಧನೆ ಮಾಡ್ತಾ ಇದ್ದೇವೆ. 3ാമത്തെ പോയിന്റ് പറഞ്ഞത് പരസംഗം ചെയ്യുക, ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ಅನೇಕ ಸಂದರ್ಭದಲ್ಲಿ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಆ ಜಾರತ್ವ ಅಂದರೆ ಇಮ್ಮೋರಲ್ ಆದ ಕಾರ್ಯಗಳು ಕೂಡ ನಾವು ಮಾಡ್ತಾ ಇದ್ದೇವೆ. 4ാമത്തെ പോയിന്റ് പറഞ്ഞത് കർത്താവിനെ പരീക്ഷിക്കരുത്. പലപ്പോഴും നാം അറിഞ്ഞോ അറിയാതെയോ കർത്താവിനെ പരീക്ഷിക്കുന്നവരാണ്. 4ನೇ ಪಾಯಿಂಟ್ ನಾನು ಹೇಳಿದ್ದೆ, ನಾವು ಪರೀಕ್ಷೆ ಮಾಡೋರಾಗಿದ್ದೇವೆ ಕರ್ತನನ್ನ. ಆಮೇಲೆ ತಿಳಿಯುವುದು ನಾವು ಕರ್ತನ ಪರೀಕ್ಷೆ ಮಾಡ್ತಾ ಇದ್ದೇವೆ. അവസാനത്തെ പോയിന്റ് പറഞ്ഞത് പിറുപിറുപ്പുകാരാകരുത്. 5ನೇ ಪಾಯಿಂಟ್ ನಾನು ಹೇಳಿದ್ದು, ನಾವು ಗುಣಗುಟ್ಟೋರಾಗಬಾರದು. പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുകയോ ആത്മകഥം പോലെ പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുകയോ ഒക്കെ ചെയ്യുന്ന കാര്യമാ. ഇത്രയും നാളായിട്ടും ദൈവത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചു, എന്ത് കിട്ടി, എന്ത് നേടി, ഇതെല്ലാം ഇങ്ങനെ പറയുമ്പോൾ നാം പിറുപിറുപ്പുകാരായി മാറുകയാണ്. ನಾವಾಗಿ ಹೇಳುವುದು ಅಥವಾ ಮತ್ತೊಬ್ಬರಿಗೆ ಹೇಳುವುದು, ಇಷ್ಟು ದಿನ ದೇವರ ನಂಬಿ ಹೊರಗೆ ಬಂದ ಮೇಲೆ ಏನಾಯಿತು ಎಂಬುದಾಗಿ ಹೇಳುತ್ತಾ ಗುಣಗುಟ್ಟುವಿಕೆ, ಅದು ನಾವು ಈಗಲೂ ಮಾಡುವರಾಗಿದ್ದೇವೆ. ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നാം രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുമ്പോഴും സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന ഒരു സമൂഹം എന്ന് പറയുമ്പോഴും നമുക്ക് ആ ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച് നമുക്ക് നിൽക്കാൻ കഴിയാത്തത്. ಅದಕ್ಕೆ ಪ್ರಿಯರೇ, ಅನೇಕ ಸಂದರ್ಭದಲ್ಲಿ ನಾವು ರಕ್ಷಣೆಗೊಂಡು ದೀಕ್ಷಾಸನಗೊಂಡು ಬಂದಿದ್ದೇವೆ ಎಂಬುದಾಗಿ ಹೇಳಿದರೂ ಕೂಡ ಅನೇಕ ಸಂದರ್ಭದಲ್ಲಿ ಆ ರಕ್ಷಣೆ ಅನುಭವದಲ್ಲಿ ಜೀವಿಸಕ್ಕೆ ಆಗದಿರೋ ಕಾರಣ ಇವುಗಳೇ ಆಗಿವೆ. 11ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇത് ദൃഷ്ടാന്തമാണ്. 11ನೇ ವಾಕ್ಯ ಹೇಳುತ್ತಾ ಉಂಟು, ಇದೆಲ್ಲ ನಿದರ್ಶನ ರೂಪವಾಗಿದೆ. ഈ സംഭവിച്ചത്, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൃഷ്ടാന്തമാണ്. അതുപോലെ തന്നെ ലോക അവസാനത്തിലേക്ക് വന്നിരിക്കുന്ന നമുക്ക്
ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്. ಅಲ್ಲಿ ಹೇಳುತ್ತಾ ಉಂಟು 11ನೇ ವಾಕ್ಯ, ಅವರಿಗೆ ಸಂಭವಿಸಿದ ಈ ಸಂಗತಿಗಳು ನಿದರ್ಶನ ರೂಪವಾಗಿದೆ ಮತ್ತು ಯುಗಾಂತ್ಯಕ್ಕೆ ಬಂದಿರುವವರಾದ ನಮಗೆ ಬುದ್ಧಿವಾದಗಳಾಗಿ ಬರೆದವೆ. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആഴത്തിലേക്ക് പോയിട്ടില്ല. ಇದು ನಾನು ಡೀಟೇಲ್ ಆಗಿ ಆಳಕ್ಕಿನ್ನೂ ಹೋಗ್ಲಿಲ್ಲ. ഇത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് ഇത്രയും വചനം പറഞ്ഞപ്പോൾ തന്നെ നമുക്കിത് മനസ്സിലായിട്ടുണ്ട് പല കാര്യങ്ങളും. ಇಷ್ಟು ವಾಕ್ಯಗಳು ಹೇಳುವಾಗಲೇ ಅನೇಕ ವಿಷಯಗಳು ನಮಗೆ ಇಲ್ಲಿ ಅರ್ಥವಾಗಿದೆ. നമ്മുടെ ജീവിതവുമായി കണക്ട് ആയി കിടക്കുന്ന വാക്യങ്ങളാണ്. ನಮ್ಮ ಜೀವಿತವಾಗಿ ಕನೆಕ್ಟ್ ಆಗಿರುವಂತ ವಾಕ್ಯವಾಗಿದೆ. ഇതുപോലെ വ്യക്തമായി ഇത് നമുക്കുള്ള ദൃഷ്ടാന്തമാണെന്നും നമുക്ക് ബുദ്ധി ഉപദേശത്തിനാണെന്നും പറഞ്ഞ മറ്റൊരു വാക്യം അല്ലെങ്കിൽ വേദഭാഗം ഇല്ല. ಇದು ನಮಗೆ ಬರೆಯಲ್ಪಟ್ಟಂತ ಅಥವಾ ನಮಗೆ ಹೇಳಲ್ಪಟ್ಟ ನಿದರ್ಶನ ರೂಪವಾಗಿದೆ, ಅದಕ್ಕೆ ಅಥವಾ ನಮಗೆ ಹೇಳಲ್ಪಟ್ಟ ಬುದ್ಧಿವಾದಗಳಾಗಿವೆ ಎಂಬುದು ಈ ರೀತಿಯ ಒಂದು ವಾಕ್ಯ ಇನ್ನೊಂದು ಸ್ಥಳದಲ್ಲಿ ಇಲ್ಲ. ഈ വചനം കേൾക്കുന്നവർ ഇത് അവിടെ ഒരു നിമിഷം നിന്ന് നമ്മെ തന്നെ ഒന്ന് ഒരു ആത്മവിശകലനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ಈ ವಾಕ್ಯ ಕೇಳುವವರು ನಮ್ಮನ್ನಾವೇ ಸ್ವಲ್ಪ ಈ ವಾಕ್ಯದೊಂದಿಗೆ ನಮ್ಮನ್ನು ನಾವು ಆಮೇಲೆ ಒಂದು ವಿಚಾರಿಸಿ ನೋಡುವ ಪ್ರಿಯರೇ. 12ാമത്തെ വാക്യം പറയുന്നു, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ. 12ನೇ ವಾಕ್ಯ ಹೇಳುತ್ತುಂಟು, ಆದ ಕಾರಣ ನಿಂತಿದ್ದೇನೆಂದು ನೆನೆಸುವನು ಬೀಳದಂತೆ ಎಚ್ಚರಿಕೆಯಾಗಿರಲಿ. നിൽക്കുന്നു എന്നാർക്കെങ്കിലും ഒരു തോന്നലുണ്ടെങ്കിൽ, ನಿಂತಿದ್ದೇನೆ ಎಂಬುದಾಗಿ ಯಾರಿಗಾದರೂ ಒಂದು ಆಲೋಚನೆ ಇದ್ರೆ, നാം എവിടെങ്കിലുമൊക്കെ എത്തി എന്നൊരു തോന്നലുണ്ടെങ്കിൽ, ನಾವು ಎಲ್ಲೋ ಒಂದು ಕಡೆ ಮುಟ್ಟಿದ್ದೇವೆ, ತಲುಪಿದ್ದೇವೆ ಎಂಬ ಚಿಂತೆ ನಿಮಗಿದ್ದರೆ, ഞാനൊരു വിശുദ്ധനായി എന്ന് തോന്നലുണ്ടെങ്കിൽ, ನಾನೊಬ್ಬ ಪರಿಶುದ್ಧನಾದೇನು ಎಂಬ ಒಂದು ಆಲೋಚನೆ ನಿಮಗಿದ್ದರೆ, ഞാനൊരു ಕೃಪಾವರ ಪ್ರಾಪ್ತನಾയി എന്നൊരു തോന്നലുണ്ടെങ്കിൽ, ನಾನೊಬ್ಬ ಕೃಪಾವನವನ್ನು ಹೊಂದಿದವನಾಗಿದ್ದೇನೆ ಎಂಬ ಆಲೋಚನೆ ನಿಮಗಿದ್ದರೆ, ഞാനൊരു നല്ല പാസ്റ്റർ ആയി എന്ന് തോന്നലുണ്ടെങ്കിൽ, ನಾನೊಬ್ಬ ಒಳ್ಳೆ ಪಾಸ್ಟರ್ ಆಗಿದ್ದೇನೆ ಎಂಬ ಆಲೋಚನೆ ನಿಮಗಿದ್ದರೆ, വചനം നമ്മളോട് പറയാ, നീ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. ಅಲ್ಲಿ ವಾಕ್ಯ ಹೇಳುತ್ತಾ ಉಂಟು ನಮಗೆ, ನೀನು ಬೀಳದೇ ಇರಕ್ಕೋಸ್ಕರವಾಗಿ ಆಮೇನ್ ಎಚ್ಚರವಾಗಿರು. കാരണം ഒരു അഭിഷേകത്തിലോട്ട് വരുന്നത് വലിയ പ്രയാസമില്ല. ಕಾರಣ ಅಭಿಷೇಕಕ್ಕೆ ಬರಕ್ಕೆ ತುಂಬಾ ಕಷ್ಟ ಏನಿಲ್ಲ. നിന്നിൽ ഒരു കൃപാവരം, ഒരു പ്രോഫസി നിന്നിൽ വെളിപ്പെടുന്നതിന് വലിയ പ്രയാസമില്ല. ನಿನ್ನಲ್ಲಿ ಒಂದು ಕೃಪಾವರ, ಒಂದು ಪ್ರೋಫೆಸಿ ಬರೋದ್ರಲ್ಲಿ ದೊಡ್ಡ ತೊಂದರೆ ಏನಿಲ್ಲ. കാരണം ഇത് ഗിഫ്റ്റാണ്, ദൈവത്തിന്റെ ദാനമാണ്. ಇದು ದೇವರ ವರವಾಗಿದೆ, ಗಿಫ್ಟ್ ಆಗಿದೆ. ഇത് ആ ഒരു കൃപാവരത്തിലേക്ക്, ആ ഒരു കൃപാവരം ഓപ്പറേറ്റ് ചെയ്യാനായി ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താം. ಆ ಕೃಪಾವರವನ್ನು ಆಪರೇಟ್ ಮಾಡಕ್ಕೆ ಆ ಲೆವೆಲ್ ವರೆಗೆ ನಾವು ಬರಬಹುದು. പക്ഷെ അവിടെ എത്തുന്നതിനേക്കാളും പ്രയാസമാണ് അവിടെ നിൽക്കാൻ, അവിടെ കണ്ടിന്യൂ ചെയ്യാൻ. ಅಲ್ಲಿ ಬರೋಕ್ಕಿಂತ ಕಷ್ಟವಾಗಿದೆ ಅಲ್ಲಿ ನಿಲ್ಲುವುದು ಮತ್ತೆ ಅದನ್ನು ಕಂಟಿನ್ಯೂ ಮಾಡುವುದು. ഞാൻ പറഞ്ഞത് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ನೀವು ಬಹಳ ಕ್ಲಿಯರ್ ಆಗಿ ನೀವು ಇದನ್ನು ಅರ್ಥ ಮಾಡ್ಕೊಳ್ಬೇಕು. ഒരു അഭിഷിക്തനായിട്ട് വരാൻ പ്രയാസമില്ലെന്ന് പറഞ്ഞപ്പോ പ്രയാസമില്ലെന്നല്ല എൻ്റെ അർത്ഥം. ಒಂದು ಅಭಿಷಕ್ತನಾಗಿ ಬರಕ್ಕೆ ಪ್ರಯಾಸ ಇಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಪ್ರಯಾಸ ಆ ರೀತಿ ಇಲ್ಲ ಅಂತಲ್ಲ ನಾನು ಹೇಳ್ತಿರುವುದು. അങ്ങനെ വരുന്നതിനേക്കാളും പ്രയാസമാണ് അവിടെ കണ്ടിന്യൂ ചെയ്യുവാൻ, ആ പൊസിഷൻ കാത്തു സൂക്ഷിക്കാൻ, അവിടെ തുടരാൻ, അവിടെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാൻ. ಹಾಗೆ ಬರೋದಕ್ಕಿಂತ ಕಷ್ಟವಾಗಿದೆ ಅದನ್ನ ಕಂಟಿನ್ಯೂ ಮಾಡಕ್ಕೆ, ಆ ವಿಷಯದಲ್ಲಿ ನಿಲ್ಲೋದಕ್ಕೋಸ್ಕರ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീ അവിടെ എത്തി, അത് ശരിയാ, പക്ഷെ അവിടെ നിന്ന് നിഗളിക്കരുത്, താഴെ വീണ ആ വീഴ്ച വലുതായിരിക്കും. ಅಲ್ಲಿ ಹೇಳ್ತಾ ಉಂಟು, ಅದಕ್ಕೆ ನೀನು ನಿಂತಿದ್ದೇನೆಂದು ನೆನೆಸೋನು ಬೀಳದಂತೆ ಎಚ್ಚರಿಕೆಯಾಗಿರಬೇಕು. ನಿನ್ನ ನೆನೆಸಿರ್ಬೋದು ಅಲ್ಲಿವರೆಗೆ ಬಂದಿದ್ದೇನೆ ಎಂಬುದಾಗಿ, ಬಟ್ ಅಲ್ಲಿಂದ ಬೀಳದೇ ಇರಕ್ಕೆ ನೀನು ಎಚ್ಚರಿಕೆ ಆಗಿರಬೇಕು. അപ്പോൾ അവിടെ എത്തിയതിനേക്കാളും കെയർഫുൾ ആകണം. അവിടെ ആ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞ് പിന്നീടുള്ള ഓരോ നിമിഷങ്ങളും ಅಲ್ಲಿ ತಲುಪಿದ್ದೇನೆ ಎಂಬುದಕ್ಕಿಂತ ಮಿಗಿಲಾಗಿ ಅಲ್ಲಿಂದ ಮುಂದೆ ಹೇಗೆ ಎಂಬುದಾಗಿ ಬಹಳ ಎಚ್ಚರಿಕೆಯಿಂದ ನೆಲೆಗೊಳ್ಳಬೇಕು. കാരണം അവിടെ നിന്നും തള്ളി താഴെ ഇടാൻ, ആ എത്തിയ പൊസിഷനിൽ നിന്നും താഴെ ഇടാൻ പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കും, നമ്മുടെ പുറകെ നടന്നുകൊണ്ടിരിക്കും. ಯಾಕೆಂದ್ರೆ ನೀವಲ್ಲಿ ಬಂದು ನಿಂತ ಸ್ಥಳದಿಂದ ನಿಮ್ಮನ್ನ ತಳ್ಳಿ ಕೆಳಗೆ ಹಾಕಕ್ಕೆ ಸೈತಾನ್ ಯಾವಾಗಲೂ ಪ್ರಯತ್ನ ಮಾಡ್ತಾ ಇರ್ತಾನೆ. 13ാമത്തെ വാക്യം പറയുന്നത്, 13ನೇ ವಾಕ್ಯ ಹೇಳುತ್ತಿರಬಹುದು, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ಮನುಷ್ಯರು ಸಹಿಸಬಹುದಾದ ಶೋಧನೆ ಹೊರತು ಬೇರೆ ಯಾವುದು ನಿಮಗೆ ಸಂಭವಿಸಲಿಲ್ಲ. പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ಎಲ್ಲರೂ ಹೇಳುವ ಒಂದು ವಿಷಯ ಉಂಟು, എനിക്ക് വന്നതുപോലുള്ള പരീക്ഷ ലോകത്തിൽ ആർക്കും വന്നിട്ടില്ല. ನನಗೆ ಬಂದ ರೀತಿಯಲ್ಲಿ ಶೋಧನೆ ಬೇರೆ ಯಾರಿಗೂ ಈ ಲೋಕದಲ್ಲಿ ಬರಲಿಲ್ಲ. എല്ലാവരും പറയുന്ന കാര്യമാണ്, ಎಲ್ಲರೂ ಹೇಳುವಂತ ವಿಷಯ ಅದಾಗಿದೆ. ഞാൻ പറയും എനിക്ക് വന്നതുപോലെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ನಾನು ಹೇಳ್ತೇನೆ, ನನಗೆ ಬಂದ ರೀತಿಯಲ್ಲಿ ಒಂದು ಶೋಧನೆ ಇದುವರೆಗೆ ಯಾರಿಗೂ ಬರಲಿಲ್ಲ. ഇപ്പോൾ
സനൽ പാസ്റ്റർ പറയും എനിക്ക് വന്നതുപോലൊരു ശോധന, പ്രയാസം, പരിശോധന ആർക്കും വന്നിട്ടില്ല. ಈಗ ನಾನು ಹೇಳೋದ್ರ ಹೇಳ್ತೇನೆ, ನನಗೆ ಬಂದ ರೀತಿಯಲ್ಲಿ ಶೋಧನೆ ಪರೀಕ್ಷೆ ಯಾರಿಗೂ ಇದೇ ರೀತಿ ಬರಲಿಲ್ಲ. പക്ഷെ വചനം പറയുന്നത് മനുഷ്യർക്ക് നടപ്പല്ലാത്ത അല്ലെങ്കിൽ അവന് വഹിക്കാൻ കഴിയാത്ത, ബിയർ ചെയ്യാൻ കഴിയാത്ത ഒരു പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടേയില്ല. ಆದರೆ ವಾಕ್ಯ ಏನು ಹೇಳ್ತಾ ಉಂಟು, ಮನುಷ್ಯರು ಸಹಿಸಬಹುದಾದ ಶೋಧನೆ ಹೊರತು ಬೇರೆ ಯಾವುದು ನಿಮಗೆ ಸಂಭವಿಸಲೇ ಇಲ್ಲ. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, 10ನೇ ക്ലാസ് ಕಲಿಯುವಂತ ಒಂದು ವಿದ್ಯಾರ್ಥಿ, അവൻ ആ ക്ലാസ് തുടങ്ങുന്ന, അക്കാഡമിക് ഇയർ തുടങ്ങുന്നത് മുതൽ അവന്റെ അവസാനത്തെ എക്സാം വരെ അവൻ ആ 10ാം ക്ലാസ്സിലെ സിലബസ് പഠിച്ചുകൊണ്ടിരിക്കുക. ಅವನು ಆ ಪ್ರಾರಂಭದ ಅಕಾಡೆಮಿಕ್ ಸಮಯದಿಂದ ಅದರ ಕೊನೆಯವರೆಗೆ ಅಲ್ಲಿರೋ ಸಬ್ಜೆಕ್ಟ್ ಕಲಿತಾ ಇರ್ತಾನೆ. 10ാം ക്ലാസ് ആ ലാസ്റ്റ് എക്സാമിന് ഈ ലോകത്തിലെ എക്സാം നടത്തുന്ന വ്യക്തികൾ ഒരിക്കലും ഡിഗ്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അവന് കൊടുക്കത്തില്ല. ಆ 10ನೇ ಕ್ಲಾಸಿನ ಕೊನೆಯ ಎಕ್ಸಾಮ್ನಲ್ಲಿ ಈ ಲೋಕದ ವಿದ್ಯಾಭ್ಯಾಸ ಅಧಿಕಾರಿಗಳು ಡಿಗ್ರಿಯ ಸರ್ಟಿಫಿಕೇಟ್ ಅವನಿಗೆ, ಈ ಡಿಗ್ರಿಯ ಆ ಕ್ವಶನ್ ಪೇಪರ್ ಅವನಿಗೆ ಬರೆಯ ಕೊಡುವುದಿಲ್ಲ. അവന് മനസ്സിലാകാത്ത ക്വസ്റ്റ്യൻസ് ഒരിക്കലും അവന് കൊടുക്കത്തില്ല. ಅವನಿಗೆ ತಿಳಿಯದೇ ಇರುವ ಪ್ರಶ್ನೆಗಳು ಅವನಿಗೆ ಕೊಡೋದೇ ಇಲ್ಲ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും, ഇവരെവിടുന്ന് വന്നതാ, എന്തോ ഇത് കാണിച്ചേ, എന്തോ മിസ്റ്റേക്ക് വന്നു, അതാണ് സംഭവിച്ചതെന്ന് പറയും. ಇನ್ ಕೇಸ್ ಆ ಕೊಟ್ಟರೆ ಹೇಳ್ತಾರೆ ಏನೋ ಮಿಸ್ಟೇಕ್ ಆಗಿದೆ, ಇವರಿಗೆ ಏನೋ ತಪ್ಪಾಗಿದೆ ಎಂಬುದಾಗಿ ಹೇಳ್ತಾರೆ. ഈ ലോകത്തിലെ ഒരു സിസ്റ്റം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, ഒരു വ്യക്തിക്ക് സഹിക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നില്ലെങ്കിൽ, ಆದರೆ ಈ ಲೋಕದಲ್ಲಿರುವ ಒಂದು ಅಧಿಕಾರಿ ಒಂದು ವ್ಯಕ್ತಿಗೆ ಸಹಿಸಬಹುದಾದ, ಅವನಿಗೆ ಆಗುವಂತ ಪ್ರಶ್ನೆ ಅಲ್ಲದೆ ಬೇರೆ ಯಾವುದು ಕೊಡದೇ ಇದ್ದರೆ, അവർക്ക് നേരിടാൻ കഴിയാത്ത ഒരു വലിയൊരു പരീക്ഷയാണ് അവർക്ക് കൊടുക്കുന്നതെങ്കിൽ, ಅವರಿಗೆ ಕೂಡ ಆಗದೇ ಇರುವಂತಹ ರೀತಿಯಲ್ಲಿ ಒಂದು ಪರೀಕ್ಷೆ ಕೊಡೋದಾದರೆ, അങ്ങനെയുള്ള പരീക്ഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിശോധന അവരുടെ ജീവിതത്തിൽ നേരിടുന്നില്ലെങ്കിൽ, അവർക്കത് അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ, ಅಂತ ರೀತಿ ಒಂದು ಪರೀಕ್ಷೆ ಅವರಿಗೆ ಕೊಡದೇ ಇರೋದಾದರೆ, സ്വർഗസ്ഥനായ ദൈവം തൻ്റെ മക്കൾക്ക് എത്ര അധികമായിരിക്കും താൻ കൊടുക്കുന്ന പരീക്ഷ, അല്ലെങ്കിൽ അവർക്ക് സഹിക്കാവുന്നതിനപ്പുറം ഒരു പരീക്ഷ കൊടുക്കത്തില്ല. ಹಾಗಿರೋ ಪರಲೋಕದ ತಂದೆ ಆಮೇಲೆ ಅವರು ಸಹಿಸಬಹುದಾದ ಅಥವಾ ಸಹಿಸಕ್ಕಿಂತ ಮಿಗಿಲಾದ ಯಾವ ಶೋಧನೆಯೂ ಕೊಡೋದೇ ಇಲ್ಲ. അതുകൊണ്ടാണ് അതിനോട് ചേർന്ന് പറയുന്നത് ദൈവം വിശ്വസ്തൻ. ಅದಕ್ಕೆ ಅದೇ ಸೇರಿಸಿ ಹೇಳ್ಕೊಂಡು ದೇವರು ನಂಬಿಗಸ್ತನು. ഈ ലോകത്തിലെ ആൾക്കാർ വിശ്വസ്തയോടെ പരീക്ഷകൾ ഇടുന്നെങ്കിൽ, ಈ ಲೋಕದ ಜನರು ನಂಬಿಗಸ್ತಿಕೆಯಿಂದ ಪರೀಕ್ಷೆ ಹಾಕೋದಾದರೆ, നമ്മുടെ സ്വർഗസ്ഥനായ അപ്പൻ എത്ര വിശ്വസ്തയോടായിരിക്കും നമുക്ക് പരീക്ഷകൾ ഇടുന്നത്. ಆದರೆ ಪರಲೋಕದ ತಂದೆ ಎಷ್ಟರ ಮಟ್ಟಿಗೆ ನಮ್ಮ ಲೈಫಲ್ಲಿ ನಂಬಿಗಸ್ತಿಕೆಯಿಂದ ಪರೀಕ್ಷೆ ಇಡುವನಾಗಿದ್ದಾನೆ. എന്നാൽ ചിലർക്ക് പരീക്ഷകൾ വേണ്ട, പരീക്ഷ കഴിഞ്ഞുള്ള ജയം മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, ಕೆಲವರಿಗೆ ಪರೀಕ್ಷೆ ಬೇಡ, ಪರೀಕ್ಷೆ ನಂತರ ಸಿಗುವಂತಹ ಜಯ ಸಾಕು ಅನ್ನೋರು ಇದ್ದಾರೆ. എന്നാൽ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ അപ്പനും അമ്മയും ഒരിക്കലും ചിന്തിക്കത്തില്ല, എൻ്റെ മകന് പരീക്ഷ വേണ്ട, ഇത് കഴിഞ്ഞുള്ള ഡിസ്റ്റിങ്ഷൻ റാങ്ക് മതി എന്ന് ഒരിക്കലും വിചാരിക്കത്തില്ല. SLC ಓದುವಂತಹ ಒಂದು ಮಗನ ತಂದೆ ತಾಯಿ ಯಾವತ್ತೂ ಚಿಂತೆ ಮಾಡೋದಿಲ್ಲ, ಇವನಿಗೆ ಪರೀಕ್ಷೆ ಬೇಡ, ಪರೀಕ್ಷೆಯ ನಂತರ ಸಿಗುವಂತ ರಿಸಲ್ಟ್ ಆ ಒಂದು ಡಿಸ್ಟಿಂಕ್ಷನ್ ಸಾಕು ಅಂತೇಳಿ ಯಾವ ತಂದೆ ತಾಯಿ ಚಿಂತೆ ಮಾಡೋದಿಲ್ಲ. കാരണം വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇവൻ അങ്ങ് പാസ്സാകട്ടെ, ഇവന് പരീക്ഷ എഴുതണ്ട, വേറെ പാസ്സായിട്ട് അവൻ പോട്ടെ എന്ന് ഒരിക്കലും ചിന്തിക്കത്തില്ല. ಅವನು ಬೇರೆ ಯಾವುದೋ ರೀತಿಯಲ್ಲಿ ಅವ ಪಾಸ್ ಆಗಿ ಹೋಗಲಿ ಎಂಬುದಾಗಿ ತಂದೆ ತಾಯಿ ಯಾವತ್ತೂ ಚಿಂತೆ ಮಾಡೋದಿಲ್ಲ. കാരണം അവർക്കറിയാം ഈ പരീക്ഷയിലൂടെ അവൻ പോയാലാണ് അടുത്ത +2 അല്ലെങ്കിൽ ഡിഗ്രി ഇതിലേക്ക് പോകാൻ അവന് യോഗ്യത ഉണ്ടാകുന്നത്. ಅಂದರೆ ಅವನು ಈ ಪರೀಕ್ಷೆ ಮುಖಾಂತರ ಹೋದರೆ ಮಾತ್ರವೇ ಅವನು ಮುಂದಿನ +2 ಸೆಕೆಂಡ್ PU ಆಗಲಿ ಡಿಗ್ರಿ ಆಗಲಿ ಮಾಡಕ್ಕಾಗುತ್ತೆ ಎಂಬುದಾಗಿ ತಂದೆ ತಾಯಿ ಗೊತ್ತುಂಟು. പക്ഷെ ആ വിദ്യാർത്ഥിക്ക് എപ്പോഴും പരീക്ഷ എഴുതാതെ ജയിക്കണമെന്നായിരിക്കും. ಆದರೆ ಆ ವಿದ್ಯಾರ್ಥಿಗೆ ಯಾವಾಗಲೂ ಪರೀಕ್ಷೆ ಬರೆಯದೇ ಗೆಲ್ಲಬೇಕೆಂಬುದೇ ಆಸೆ. ഇതുപോലെയാണ് ഇന്നത്തെ വിശ്വാസികൾക്കും, പരീക്ഷകളെ വേണ്ട, ജയം മാത്രം മതി. ಅದಕ್ಕೆ ಇದೇ ರೀತಿಯಾಗಿದೆ ಇಂದಿನ ವಿಶ್ವಾಸಿಗಳಿಗೂ, ಪರೀಕ್ಷೆ ಬೇಡ, ಜಯ ಮಾತ್ರ ಸಿಕ್ಕರೆ ಸಾಕು. പക്ഷേ സ്വർഗത്തിലെ നമ്മുടെ അപ്പനെ അറിയാം, പരീക്ഷ ഇല്ലാതെ, പരിശോധന ഇല്ലാതെ ഒരു ജയം നിനക്ക് തരാൻ പറ്റത്തില്ല. ಆದರೆ ಪರಲೋಕದ ತಂದೆಗೆ ಗೊತ್ತುಂಟು, ಒಂದು ಪರೀಕ್ಷೆ ಇಲ್ಲದೆ, ಒಂದು ಪರಿಶೋಧನೆ ಇಲ್ಲದೆ ನಿನಗೊಂದು ಜಯ ಕೊಡಕ್ಕೆ ಆಗುವುದಿಲ್ಲ. അടുത്ത ഒരു ലെവലിലേക്ക് നാം കയറണമെങ്കിൽ, ಇನ್ನೊಂದು ಲೆವೆಲ್ಗೆ ನೀನು ಹೆಜ್ಜೆ ಹಾಕಬೇಕಾದರೆ, ഇന്നത്തെ ഈ പരിശോധനയെ നാം ജയിച്ചു കയറണം. ಇವತ್ತಿನ ಪರೀಕ್ಷೆನ ಗೆದ್ದು ನಾವು ಮುಂದೆ ಹೋಗಬೇಕು. കാരണം ഇതിനേക്കാളും കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് കൂടിയ ഒരു പരിശോധനയാണ്, ഒരു പരീക്ഷയാണ് അടുത്തത് വരാനിരിക്കുന്നത്. ಯಾಕಂದ್ರೆ ಇದಕ್ಕಿಂತ ಸ್ಟ್ಯಾಂಡರ್ಡ್ ಆದಂತಹ ಸ್ವಲ್ಪ ಜಾಸ್ತಿ ಇರುವ ಪರೀಕ್ಷೆಯೋ ಶೋಧನೆಯೋ ಇನ್ನು ಮುಂದೆ ಉಂಟು. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ, നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന്
പരീക്ഷയോടുകൂടെ അവനൊരു പോക്കുവഴിയും ഉണ്ടാക്കും. ನಿಮ್ಮ ಶಕ್ತಿಯನ್ನು ಮೀರುವ ಶೋಧನೆ ನಿಮಗೆ ಬರಗೂಡಿಸದೆ ನೀವು ಅದನ್ನು ಸಹಿಸುವುದಕ್ಕೆ ಶಕ್ತರಾಗುವಂತೆ ಶೋಧನೆ ಆಗುತ್ತಲೇ ತಪ್ಪಿಸಿಕೊಳ್ಳುವ ಮಾರ್ಗವನ್ನು ಸಿದ್ಧ ಮಾಡುವನು. പലപ്പോഴും നമ്മൾ പരീക്ഷകൾക്കകത്ത് കിടന്ന് ഇതെങ്ങനെ ഈ പരീക്ഷ പാസ്സാകുമെന്ന് വിചാരിച്ചിരിക്കും. ಅನೇಕ ಸಂದರ್ಭದಲ್ಲಿ ಪರೀಕ್ಷೆ ಒಳಗೆ ಸಿಲುಕಿಕೊಂಡು ಹೇಗೆ ಈ ಪರೀಕ್ಷೆ ಪಾಸ್ ಆಗುತ್ತೇವೆ ಎಂಬುದಾಗಿ ಚಿಂತೆ ಮಾಡುವಾಗ നാം പോലും അറിയാതെ ചില പോക്കുവഴികൾ എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ചെയ്യാനുള്ള ചില വഴികൾ ദൈവം അതിനകത്ത് ഒരുക്കിയിട്ടുണ്ടാകും. ಹಾಗಿರುವಾಗ ನಾವು ಕೂಡ ತಿಳಿಯದ ರೀತಿಯಲ್ಲಿ ತಪ್ಪಿಸಿಕೊಳ್ಳಬೇಕಾದ ಕೆಲವು ಮಾರ್ಗವನ್ನು ಕೂಡ ದೇವರು ಅದರೊಳಗೆ ಇಡುವನಾಗಿದ್ದಾನೆ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് പ്രൊവൈഡ് ദ വേ ഓഫ് എസ്കേപ്പ്. ಇಂಗ್ಲಿಷ್ ಹೇಳುವ ಪ್ರಕಾರ ತಪ್ಪಿಸಿಕೊಳ್ಳುವ ಮಾರ್ಗವನ್ನು ಆತನು ಸಿದ್ಧ ಮಾಡುತ್ತಾನೆ. അതിനെയാണ് മലയാളത്തിൽ പോക്കുവഴി എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞത്. ಅದಕ್ಕೆ ಮಲಯಾಳದಲ್ಲಿ ತಪ್ಪಿಸಿಕೊಳ್ಳುವ ಮಾರ್ಗ ಎಂಬುದಾಗಿ ಒಂದು ಮಾತಲ್ಲಿ ಹೇಳ್ತಾ ಉಂಟು. ഇതിന്റെ ഗ്രീക്ക് വേർഡ് ഒറിജിനൽ റൂട്ട് വേർഡിൽ പറയുന്നത് ആരും കാണാത്ത വഴി എന്നാണ്. ಇದರ ನಿಜವಾದ ರೂಟ್ ವರ್ಡ್ ಏನೆಂದರೆ ಗ್ರೀಕ್ ವರ್ಡ್ ಏನೆಂದರೆ ಯಾರು ನೋಡದೇ ಇರುವ ದಾರಿ, ആരുടെയും കണ്ണിൽപ്പെടാത്ത മറഞ്ഞു കിടക്കുന്ന ഒരു വഴി, ಯಾರ ಕಣ್ಣಿಗೂ ಕಾಣದಿರುವ ಮರೆಯಾಗಿರುವ ಒಂದು ದಾರಿ. ആ പരീക്ഷയ്ക്കകത്ത് കിടന്ന് നാം കറങ്ങുമ്പോൾ ഇനി പുറത്തു വരാൻ കഴിയത്തില്ലെന്ന് പറയുമ്പോൾ ഈ വഴി പൊങ്ങി വരും. ಆಮೇಲೆ ಆ ಪರೀಕ್ಷೆಯಲ್ಲಿ ಇದ್ದು ನಾವು ಸುತ್ತುವಾಗ ಇನ್ನು ಇದರೊಳಗಿಂದ ಹೊರಗೆ ಬರಕ್ಕಾಗೋದಿಲ್ಲ ಎಂಬುದಾಗಿ ಚಿಂತೆ ಮಾಡುವಾಗ ಕಾಣದೇ ಇರುವ ಒಂದು ದಾರಿ. ചെങ്കടന്റെ മുമ്പിൽ അവർ ഇനി ഒരു രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ലെന്ന് പറയുമ്പോൾ അപ്പോൾ ചെങ്കടന്റെ അടിയിൽ കിടക്കുന്ന ദൈവം ഓൾറെഡി പ്രിപ്പയർഡ് ചെയ്തിരിക്കുന്ന വഴി, ആ എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന വഴി പൊങ്ങി വരിക. ಆ ಸಮುದ್ರದ ಮುಂದೆ ಐಗುಪ್ತ ಜನರಿಂದ ಇಸ್ರಾಯೇಲರು ಬಂದಾಗ ಸಮುದ್ರದ ಮುಂದೆ ಬಂದಾಗ ಇನ್ನು ಇಲ್ಲಿಂದ ರಕ್ಷಣೆ ಹೊಂದಕ್ಕೆ ತಪ್ಪಿಸಿಕೊಳ್ಳಕ್ಕೆ ಆಗುವುದಿಲ್ಲ ಎಂಬುದಾಗಿ ಚಿಂತೆ ಮಾಡಿದಾಗ ದೇವರು ಆ ಸಮುದ್ರದ ಒಳಗೆ ಇಟ್ಟಂತಹ ಯಾರಿಗೂ ಕಾಣದೇ ಇರುವಂತಹ ಒಂದು ದಾರಿ, ആ മാറയുടെ അകത്ത് ചെല്ലുമ്പോൾ ആ മാറയുടെ വെള്ളം കുടിക്കാൻ കഴിയാതെ ഞങ്ങൾ മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ ഓൾറെഡി ആ മാറയുടെ ചേർന്ന് ഒരു വൃക്ഷം, അതൊരു പോക്കുവഴിയാണ്. ಆಮೇಲೆ ಮಾರವನ್ನು ನೋಡಿದಾಗ ಈ ಮಾರ ಕುಡಿಯಕ್ಕಾಗುವುದಿಲ್ಲ, ಹೇಗೆ ಕುಡಿಬಹುದು ಎಂಬುದಕ್ಕೆ ಚಿಂತೆ ಮಾಡಿದಾಗ ಆ ಮಾರದ ಪಕ್ಕದಲ್ಲೇ ಒಂದು ವೃಕ್ಷವನ್ನು ನಟ್ಟ ಆಮೇಲೆ ದೇವರು. ഇതുപോലെ ആരൊക്കെയോ ഞങ്ങളെ കേൾക്കുന്നവർ മാറയുടെ അനുഭവമായി ഇരിക്കുന്നവർ ഞങ്ങളെ കേൾക്കുന്നു. ಇವತ್ತು ನಮ್ಮನ್ನ ಕೇಳುವಾಗ ಯಾರೋ ಈ ಮಾರದ ಅನುಭವದಲ್ಲಿರೋರು ಯಾರೋ ಇಲ್ಲಿದ್ದೀರಿ. മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ പിറകിൽ ശത്രു, മുന്നിൽ ചെങ്കടൽ എന്ന നിലയിൽ അവിടെ കിടന്ന് കറങ്ങുന്ന ആരൊക്കെയോ ഞങ്ങളെ കേൾക്കുന്നു. ಆಮೇಲೆ ಹಿಂದೆ ಶತ್ರು, ಮುಂದೆ ಸಮುದ್ರ, ಅದರ ಮಧ್ಯದಲ್ಲಿ ದಾರಿ ಇಲ್ಲದೆ ಸುತ್ತಾಡುವ ಯಾರೋ ಇಲ್ಲಿದ್ದೀರಿ. പുതിയ നിയമത്തിൽ എല്ലാവരെയും, യഹൂദന്മാരെയും റോമൻ പടയാളികളെല്ലാം പേടിച്ച് ശിഷ്യന്മാർ ഒരു വീട്ടിനകത്ത് ഒളിച്ചിരിക്കുന്നത് പോലെ, ഒരു റൂമിനകത്ത് ലോക്കായിരിക്കുന്നത് പോലെ ആരൊക്കെയോ ഞങ്ങളെ കേൾക്കുന്നവർ ലോക്കായിട്ടിരിക്കുന്നുണ്ട്. ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ರೋಮನ್ಸ್ನಲ್ಲಿ ಜನರನ್ನ ಎದುರುಕೊಂಡು, ಅಧಿಕಾರನ ಎದುರುಕೊಂಡು ಒಂದು ರೂಮಲ್ಲಿ ಕೂಡು ಹಾಕಿದ ಪ್ರಕಾರ, ಒಂದು ರೂಮಲ್ಲಿ ಕುಳಿತಿರೋ ಪ್ರಕಾರ ಯಾರೆಲ್ಲೋ ಇವತ್ತು ಮನೆಯನ್ನ ಕೂಡು ಹಾಕಿ ಒಳಗೆ ಸಿಲುಕಿಕೊಂಡಿರೋ ಅನುಭವ ಉಂಟು ಪ್ರಿಯರೇ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോടൊരു ദൂത് പറയുകയാണ്. ಆದ್ರೆ ದೇವರ ಆತ್ಮನೊಂದು ದೈವೋಕ್ತಿ ನಿಮಗೆ ಹೇಳುತ್ತಾ ಇದ್ದಾನೆ. നിനക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു പരീക്ഷ തരുന്നവനല്ല നിന്റെ സ്വർഗത്തിലെ അപ്പൻ. ಆಮೇಲೆ ನಿನಗೆ ಸಹಿಸಕ್ಕಾಗದಂತೆ ಇರುವ ಒಂದು ಶೋಧನೆಯನ್ನು ಕೊಡುವನಲ್ಲ ಪರಲೋಕದ ತಂದೆ. അവൻ വിശ്വസ്തനായ ദൈവമാണ്. ಆತ ನಂಬಿಗಸ್ತನಾದ ದೇವರಾಗಿದ್ದಾನೆ. അവൻ വിശ്വസ്തനായ അപ്പനാണ്. ಆತ ನಂಬಿಗಸ್ತನಾದ ಅಪ್ಪನಾಗಿದ್ದಾನೆ. അവൻ സ്നേഹവാനായ കരുണയുള്ള അപ്പനാണ്. ಆತನು ಪ್ರೀತಿಯುಳ್ಳ ಕರುಣೆಯುಳ್ಳ ತಂದೆಯಾಗಿದ್ದಾನೆ. ആ പരീക്ഷയ്ക്ക് അകത്ത് കിടന്ന് കറങ്ങുന്നത് കാണാൻ മനസ്സുള്ള, അതിൽ സന്തോഷിക്കുന്ന ഒരു അപ്പനല്ല നമ്മുടെ അപ്പൻ. ನೀನು ಆ ಪರೀಕ್ಷೆಯೊಳಗೆ ಸಿಲುಕಿ ಸುತ್ತಾಡೋದನ್ನು ಕಂಡು ಸಂತೋಷಿಸುವ ಒಂದು ಅಪ್ಪನಲ್ಲ ನಮ್ಮ ಅಪ್ಪ. അതിനകത്തൊരു പോക്കുവഴിയുണ്ട്. ಅದರೊಳಗೆ ತಪ್ಪಿಸುವ ಒಂದು ಮಾರ್ಗವುಂಟು. അതിനകത്തൊരു വേ ഓഫ് എസ്കേപ്പ് ഉണ്ട്. ಅದರೊಳಗೆ ತಪ್ಪಿಸಿಕೊಂಡು ಹೋಗಕ್ಕೊಂದು ಮಾರ್ಗ ಸಿದ್ಧ ಮಾಡಿದ್ದಾನೆ. നിന്നെ ഒറ്റയ്ക്ക് വിടുന്നവനല്ല അവൻ. ನೀನು ಒಬ್ಬಂಟಿಯಾಗಿ ಬಿಡುವವನಲ್ಲ ಆತನು. പരീക്ഷയ്ക്കകത്ത് നിന്റെ കൂടെ നിന്റെ കൂടെ ഒരു സാന്നിധ്യമായി അവൻ നിന്റെ കൂടെയുണ്ട്. ಆತನು ಆ ಪರೀಕ್ಷೆ ಒಳಗೆ ನಿನ್ನೊಟ್ಟಿಗೆ ಆತನ ಸಾನ್ನಿಧ್ಯವಾಗಿ ನಿನ್ನ ಜೊತೆಗಿದ್ದಾನೆ. വിശ്വസിക്ക് പ്രിയരെ, ನಂಬಿರಿ ಪ್ರಿಯರೇ, അവനെ വിശ്വസിക്ക്. ಆತನ ನಂಬಿರಿ ಪ್ರಿಯರೇ, പിറുപിറുക്കാതിരിക്ക്. ಗುಣಗುಟ್ಟದೆ ಇರ್ರಿ ಪ್ರಿಯರೇ, കർത്താവിനെ പരീക്ഷിക്കാതിരിക്കുക. ಕರ್ತನ ಪರೀಕ್ಷೆ ಮಾಡದೆ ಇರ್ರಿ ಪ್ರಿಯರೇ, കർത്താവിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ಕರ್ತನಿಗೆ ಬಹಳ ಪ್ರಾಮುಖ್ಯತೆಯನ್ನು ಕೊಡಿರಿ ಪ್ರಿಯರೇ. നമ്മുടെ ജീവിതത്തിൽ വേറെ ഒരു വിഗ്രഹങ്ങളും വേണ്ട. ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಯಾವ ವಿಗ್ರಹವೂ ಬೇಡ ಪ್ರಿಯರೇ. നമുക്ക് ഇനി ഒരിക്കലും ആ പഴയ മിസ്രൈമിലേക്ക്, ആ പഴയ സ്വഭാവങ്ങളിലേക്ക് പോകണ്ട. ನಾವು ಯಾವತ್ತೂ ಇನ್ನು ಹಳೆಯ ಆ ವಿಗ್ರಹಾರಾಧನೆಗೂ ಅಥವಾ ಐಗುಪ್ತದ ಆರಾಧನೆಗೆ ನಾವು ಹೋಗೋದು ಬೇಡ. നമ്മുടെ ജീവിതത്തിൽ ഇമ്മോറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇനി വേണ്ട. ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಯಾವ ಜಾರತ್ವ, ಇಮ್ಮೋರಲ್ ಆಗಿರೋ ಯಾವ ಕೆಟ್ಟ ವಿಷಯಗಳು ನಮಗೆ ಬೇಡ ಪ್ರಿಯರೇ. നമ്മുടെ പൂർവ്വ പിതാക്കന്മാർക്ക് സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. ನಮ್ಮ ಪೂರ್ವ ಪಿತರಿಗೆ ಆದಂತ ವಿಷಯಗಳು ನಮಗೂ ಅದು ಸಂಭವಿಸಬಾರದು ಪ್ರಿಯರೇ. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട്
കുഴിച്ചിട്ട് കളഞ്ഞതുപോലെ ಅವರನ್ನ ಮರುಭೂಮಿಲಿ ತಳ್ಳಿ ಹಾಕಿದ ಪ್ರಕಾರ അവന്റെ ആ മണവാളന്റെ റൂം നമ്മുടെ മുമ്പിൽ കൊട്ടി അടയ്ക്കുവാൻ ഇടയാകരുത്. ಆ ಮದಲಿಂಗನ ಆ ಬಾಗಿಲು ನಮ್ಮ ಮುಂದೆ ಬೀಗ ಹಾಕಬಾರದು ಪ್ರಿಯರೇ. ഇത്രയെല്ലാം ചെയ്തിട്ട് അനേക കാര്യങ്ങൾ ത്യജിച്ച് അവന് വേണ്ടി ഓടി അധ്വാനിച്ചു അവസാനം ചെല്ലുമ്പോൾ ഞാൻ നിന്നെ അറിയത്തില്ലെന്ന് പറയാനിടയാകരുത്. ಎಲ್ಲವನ್ನ ತ್ಯಜಿಸಿ ಆತನಿಗಾಗಿ ಪ್ರಯಾಸಪಟ್ಟು ಎಲ್ಲವನ್ನ ಮಾಡಿ ಕೊನೆಗೆ ನೀವು ಬಾಗಿಲು ತಟ್ಟುವಾಗ ನಾನಿನ ಅರಿಯೇ ಎಂಬುದಾಗಿ ಹೇಳಕ್ಕೆ ನಾವು ಸಮಯ ಕೊಡಬಾರದು ಪ್ರಿಯರೇ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ನಾವು ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವ. പിതാവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നപ്പാ. ദൈവമേ, ജനത്തെ അനുഗ്രഹിച്ചാട്ട്, ഈ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ചാട്ട് കർത്താവേ. ഇതവരുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം കൊണ്ടുവരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ വചനം ഞങ്ങളുടെ അകത്ത് രൂപാന്തരങ്ങൾ കൊണ്ടുവരട്ടെ. ഞങ്ങളുടെ പഴയ സ്വഭാവങ്ങളിലേക്ക് ചിന്തകളിലേക്ക് മാറാനല്ല, ഞങ്ങളുടെ അകത്ത് ദുർമോഹങ്ങൾ ഉണ്ടാകാനല്ല, കർത്താവിൽ നിന്നുള്ള ഏകാഗ്രത വിട്ടുപോകാതെ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. Amen, amen, amen. God bless you all. ದೇವರು ನಿಮ್ಮನ್ನ ಹೆಚ್ಚಾಗಿ ಆಶೀರ್ವದಿಸಲಿ.